എൻ്റെ പേര് പ്രഭാകരൻ പുത്തൂർ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എവിടെ ജനിച്ച ആളായിരിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഒരു കാലത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദവി വരെ എത്തിയ ആർ ശങ്കറിൻ്റെ നാട്ടുകാരൻ എന്ന് ചുരുക്കത്തിൽ പറയാം. രാഷ്ട്രീയമായിട്ടൊക്കെ വളരെ പുരോഗതി ഉള്ള സ്ഥലമാണെങ്കിലും പുത്തൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാലഘട്ടത്തിൽ സാഹിത്യപരമോ കലാപരമോ പത്രപ്രവർത്തനപരമായ പാരമ്പര്യമുള്ള ആളുകൾ വളരെ കുറവായിരുന്നു. അത്തരം ഒരു കാലഘട്ടത്തിലാണ് ഒരു തൊഴിൽ സ്വീകരിക്കുന്നു എങ്കിൽ അത് അക്ഷരവുമായി ബന്ധപ്പെട്ട ഒന്നേ സ്വീകരിക്കൂ എന്ന വാശിയുമായി ഞാൻ ജീവിതത്തെ അഭിമുഖീകരിക്കുന്നത്. ഞാൻ എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം ഒക്കെ തന്നെ ഈ ആർ ശങ്കറിൻ്റെ ശേഷക്കാരൻ നടത്തിയിരുന്ന കുഴിക്കലിടവക സ്കൂൾ എന്ന് പറയുന്ന സ്ഥാപനത്തിലായിരുന്നു എൻ്റെ വിദ്യാഭ്യാസം നടത്തിയിരുന്നത്. അക്കാലത്ത് വളരെയേറെ വായിക്കുകയും പഠിക്കുകയും കലാപരമായും സാഹിത്യപരമായും ഒക്കെ നല്ല താല്പര്യമുള്ള നിരവധി അധ്യാപകർ അവിടെ എന്നെ പഠിപ്പിക്കാൻ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അവരെയൊക്കെ ഓർക്കാതിരിക്കുന്നത് കഷ്ടമാണ്. നാണു മാസ്റ്റർ, മാധവൻ പിള്ള സാറ്. ഈ മാധവൻ പിള്ള സാർ എന്ന് പറയുന്ന വ്യക്തി അക്കാലത്ത് കൊട്ടാരക്കര താലൂക്കിലെ ആദ്യത്തെ മലയാളം MA കാരനാണ്. അദ്ദേഹം പിന്നീട് നമ്മുടെ ശിവഗിരിയിലെ മഠത്തിലെ ഒരു സന്യാസിയായി ഒക്കെ മാറുകയൊക്കെ ചെയ്തു. അദ്ദേഹത്തിന് വളരെയേറെ ജ്ഞാനമുള്ള ആളായിരുന്നു സാഹിത്യത്തെ പറ്റിയൊക്കെ. അപ്പം സ്വാഭാവികമായിട്ടും അക്കാലത്ത് ഇദ്ദേഹവുമായിട്ട് ഒക്കെയുള്ള ബന്ധത്തിൽ നിന്ന് സാഹിത്യത്തോടും വായനയോടും ഒക്കെ എനിക്ക് ഒരു താല്പര്യമുണ്ടാകും. പഠിക്കാൻ ഒട്ടും മോശമായിരുന്നില്ല. അന്ന് ഈ സ്കൂളിൽ പഠിച്ചിരുന്ന കുട്ടികളിൽ 6 പേർ മാത്രമാണ് SSLC പാസ്സായിരുന്നത്. ഇന്നത്തെ വിദ്യാഭ്യാസ രീതി ആയിരുന്നില്ല അത്, അതുകൊണ്ടുകൂടി ആയിരിക്കണം വെറും 6 പേർ മാത്രമാണ് പാസ്സായത്. അതിൽ ഒരാൾ ഞാനായിരുന്നു. അക്കാഡമിക് എഡ്യൂക്കേഷനിലെ സാമാന്യ നല്ല മാർക്കൊക്കെ ജയിച്ചു എന്നതിനേക്കാൾ ഉപരി ഈ കുഴിക്കല ഇടവക സ്കൂളിലെ പരിസരം, അതായത് ആർ ശങ്കർ വളർന്നു വന്ന ആ സ്ഥലത്തെ പ്രത്യേകതകൾ ഒക്കെ കൊണ്ടും അവിടുത്തെ സ്വാധീനം കൊണ്ടുമൊക്കെ എനിക്ക് കലയോടും സാഹിത്യത്തോടും ഒക്കെ ഒരുപാട് അടുപ്പമുണ്ടാകാൻ ഇടയായി. അന്ന് ഈ സ്കൂൾ വാർഷികത്തിലൊക്കെ ഒരുപാട് നാടകങ്ങളും ഒക്കെ അവതരിപ്പിക്കുന്ന രീതി ഉണ്ടായിരുന്നു. അതിലൊക്കെ ഞാൻ വളരെ സജീവമായിരുന്നു. അവരുടെ അധ്യാപകരൊക്കെ എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഇവിടുത്തെ ഈ സ്വാധീനം പിന്നീട് ഈ കലയോടുള്ള താല്പര്യം കൊണ്ട്, പ്രത്യേകിച്ച് ഈ നാടകത്തോടാണ് ആദ്യകാലത്തൊക്കെ താല്പര്യം തോന്നിയത്. ഈ നാടക പുസ്തകങ്ങൾ, പുതിയ നാടകങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി നാടക പുസ്തകങ്ങൾ തിരഞ്ഞ് ലൈബ്രറികൾ തേടിപ്പോകുന്ന ഒരു സ്വഭാവം അന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ കുഴിക്കലിടവക ലൈബ്രറി എന്ന് പറയുന്ന ഒരു സ്ഥാനമുണ്ട്. അത് വളരെ നല്ല, കൊല്ലം ജില്ലയിലെ ഏറ്റവും നല്ല ലൈബ്രറികളിലൊന്നാണ്. അതുകൂടാതെ എൻ്റെ വീട് നിൽക്കുന്ന സ്ഥലത്ത് ഒരു ചെറിയ ലൈബ്രറി ഉണ്ടായിരുന്നു. അവിടെയും നിരവധി പുസ്തകങ്ങളുണ്ടായിരുന്നു. സാധാരണ അത് വായിക്കാൻ വളരെ ആളുകൾ കുറവാണ്. മിക്കവാറും അന്ന് ഈ മണ്ണെണ്ണ വിളക്കാ, കറണ്ടില്ല. ഈ കറണ്ട് ഇല്ലാതിരുന്നിട്ട് പോലും അന്നും ദേവിൻ്റെ ആയാലും തകഴിയുടെ ആയാലും അതുപോലുള്ള മലയാളത്തിലെ മഹാസാഹിത്യകാരന്മാരുടെയൊക്കെ കൃതികളുമായി ഒരു ചങ്ങാത്തം കൂടുന്നത് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അതുവഴി ഈ റഷ്യൻ സാഹിത്യകാരന്മാരുടെ പുസ്തകങ്ങൾ ഇതുമൊക്കെ പരിചയപ്പെടുന്ന ഒരു രീതി, ഭ്രാന്തമായി പരിചയപ്പെടുന്ന ഒരു രീതി അന്ന് എനിക്കുണ്ടായിരുന്നു. ആ കാലഘട്ടം കഴിഞ്ഞു. നന്നായി അവിടുത്തെ വിദ്യാഭ്യാസം ഒക്കെ പൂർത്തിയാക്കിയിട്ട് നേരെ ഞാൻ പിന്നെ പഠിക്കാൻ പോയത് കൊല്ലത്ത് ഫാത്തിമ കോളേജിലായിരുന്നു. അന്ന് പ്രീ യൂണിവേഴ്സിറ്റി
ലാസ്റ്റ് ബാച്ചാണ് ഞാനാണ് അന്ന് ഫാത്തിമ കോളേജിൽ പഠിക്കുന്നത്. അന്ന് ഈ ഫാത്തിമ കോളേജിൽ വെച്ചിട്ട് എനിക്കൊരു ഉറ്റ സുഹൃത്തിനെ കിട്ടി. ഒരു കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ നേതാവും CITUവിൻ്റെയൊക്കെ നേതാവുമായിരുന്ന കേശവൻ നായർ. അപ്പോൾ കേശവൻ നായർ പാർട്ടിയിൽ ഒന്ന് മരിച്ചുപോയി, പുറത്ത് പോയാളാണ്. അന്ന് കേശവൻ നായർ ആ കാലഘട്ടത്തിൽ കേശവൻ നായർ വലിയൊരു സംഘാടകനും മിടുക്കനായ ഒരു ചിന്തകനും ഒക്കെ ആയിരുന്നു. അങ്ങനെ കേശവൻ നായരോടൊപ്പം ചേർന്നിട്ട് എങ്ങനെയോ ഇടതുപക്ഷ പ്രസ്ഥാനവുമായിട്ട് ഒരു സ്നേഹവും അടുപ്പവും ഒക്കെ എനിക്ക് തോന്നി. പക്ഷേ ഇന്നത്തെ കൂട്ട് ഫാത്തിമ കോളേജിലൊന്നും ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ പുരോഗമന പ്രസ്ഥാനങ്ങൾ അന്ന് നല്ലതുപോലെ ഫാത്തിമ കോളേജിലുള്ള സ്ഥാപനങ്ങളിൽ വളർന്നിട്ടില്ല. SM കോളേജിലൊക്കെ ഉണ്ട്. അവിടെ ഒരു വർഷം പഠിച്ചു. അവിടെ ഈ കലയിലും സാഹിത്യത്തിലുമൊക്കെ ഞാൻ സജീവമായ പങ്കാളിത്തം വഹിച്ചു. അതിനുശേഷം നേരെ തിരുവനന്തപുരത്ത് മഹാത്മാഗാന്ധി കോളേജിലായിരുന്നു എനിക്ക് ഡിഗ്രിക്ക് പഠിക്കാൻ അവസരം ലഭിച്ചത്. ഈ കോളേജിലെ പഠനം വളരെ എൻ്റെ ജീവിതത്തെ മോൾഡ് ചെയ്യുന്നതിൽ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അവിടെ ഈ MB മന്മഥനായിരുന്നു അന്ന് കോളേജിലെ പ്രിൻസിപ്പൽ. അദ്ദേഹം വലിയ കടുംപിടുത്തക്കാരനൊക്കെ ആയിരുന്നെങ്കിൽ പോലും കലയും സാഹിത്യവും ഒക്കെ അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടമുള്ള കാര്യമായിരുന്നു. അദ്ദേഹമായിട്ട് എനിക്ക് ആദ്യം ഒരു പരിചയമില്ല. ഞാൻ അവിടെ ചെന്ന് ചേർന്നിട്ടേ ഉള്ളൂ. ആയിടയ്ക്ക് അവിടെ മാഗസീൻ്റെ എഡിറ്റർമാരെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഒരു പരീക്ഷ നടത്തി. അതൊരു രസകരമായ ഒരു കാര്യമാണ്. കേരളത്തിലെ മറ്റ് കോളേജുകളിലൊന്നും അന്ന് ഈ എഡിറ്റർമാരെ തിരഞ്ഞെടുക്കുന്നതിന് ഒരു മത്സര പരീക്ഷയും നടത്താറില്ല. അതൊരു പുതുമയുള്ള കാര്യമായിരുന്നു. ഒന്ന്, അന്ന് AR ഗോപാലപിള്ള, പ്രശസ്തനായ AR ഗോപാലപിള്ളയെ പോലെയുള്ള അധ്യാപകരൊക്കെ അവിടെയുണ്ട്. അപ്പം ഞാനും പോയി വെറുതെ എനിക്കിതിനോടൊക്കെ ഉള്ളൊരു ആഗ്രഹം കൊണ്ടും താല്പര്യം കൊണ്ടുമൊക്കെ ഭ്രാന്ത് കൊണ്ടുമൊക്കെ പോയിരുന്ന് പരീക്ഷയ്ക്ക് എഴുതി. യാതൊരു ധാരണയുമില്ല. എനിക്ക് വെറുതെ പോയിരുന്നു, ആവേശം കൊണ്ടുപോയിരുന്നു എഴുതി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഇന്നത്തെ കൂട്ടല്ല, അന്ന് ഇതൊക്കെ വലിയ മഹാകാര്യമാണല്ലോ. അതൊരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. അന്ന് ഈ നോട്ടീസ് ബോർഡിൽ ഒരുപാട് പേരിങ്ങനെ ഇതൊന്ന് നോക്കുന്നത് കണ്ടിട്ട് ഞാനും പോയി നോക്കിയപ്പോൾ അതിനകത്ത് മാഗസീൻ എഡിറ്ററായിട്ട് എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് കണ്ടു. അത് ഒരുപക്ഷെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു മുഹൂർത്തമായിരിക്കും. കാരണം അന്നത്തെ പ്രായം, ഇതിനോടുള്ള ആ അമിതമായ താല്പര്യം, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ അതൊരു വലിയ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാനൊക്കാത്ത ഒരു സന്തോഷമാണ്. പോരെങ്കിൽ അന്ന് നമ്മുടെ സാഹിത്യരംഗത്തും കലാരംഗത്തും ഒക്കെ വളരെ പേരെടുത്ത MB മന്മഥനെ പോലെയും ഗോപാലപിള്ള സാറിനെ പോലെയൊക്കെ ഉള്ള ആളുകളാണ് ആ ലേഖനങ്ങൾ പരിശോധിച്ച് അങ്ങനെ എന്നെ അവർക്ക് അറിയത്തുമില്ല. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ആ എഴുത്തിനോടുള്ള താല്പര്യം കൊണ്ട് മാത്രമാണ് നമുക്കത് ലഭിച്ചു. ഒരു പരിചയവും ഇല്ലാത്ത ഒരാൾ, ഒരിക്കലും അന്ന് ചെരുപ്പ് പോലും ഇടാതെ നടക്കുന്ന, ഒറ്റമുണ്ടും ചെരുപ്പ് പോലും ഇല്ലാതെ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇവർ ഇങ്ങനെ എന്തെങ്കിലും എഴുതുന്ന ആളാണെന്നോ ഒന്നും തന്നെ അവർക്കറിയില്ല. ആദ്യത്തെ വർഷമാണ്. അങ്ങനെ എനിക്ക് 1964 അങ്ങനെ ഞാൻ അവിടെ മാഗസീൻ്റെ എഡിറ്ററാവുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ സാംസ്കാരിക രംഗത്തെ മഹത്വമുള്ള നിരവധി പേരുമായിട്ട് മന്ത്രിമാരെ, IAS ഓഫീസേഴ്സ്, ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുമായിട്ട് ബന്ധപ്പെടുവാനുള്ള ആദ്യത്തെ കണ്ണിയായിരുന്നു എൻ്റെ ആ എഡിറ്റർഷിപ്പ് എന്നെനിക്ക് വേണമെങ്കിൽ പറയാം. കാരണം കലാപരിപാടികളൊക്കെ നടത്തുമ്പോൾ, പലതരത്തിലുള്ള മത്സരങ്ങൾ നടത്തുമ്പോൾ, ഈ സാഹിത്യ സമ്മേളനങ്ങൾ ഒക്കെ നടത്തുമ്പോഴൊക്കെ ഈ പുറത്തുനിന്നുള്ള കൊള്ളാവുന്ന ആളുകളെ, മന്ത്രിമാരെ, അതുപോലെ മിക്കവാറും നല്ല സാഹിത്യകാരന്മാരെയാണ് മൻമോഹൻ സാറ് വിളിച്ചിരുന്നത്. അങ്ങനെ നിരവധി സാഹിത്യകാരന്മാരും ഒക്കെയായിട്ട് എനിക്ക് പരിചയപ്പെടാൻ അത് ഒരു അവസരമായി മാറി. അങ്ങനെ അവിടെ വെച്ചിട്ട് ഭയങ്കര വലിയ നീളവും വണ്ണവും ഒക്കെയുള്ള ഒരാളെ എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞു.
ഏറ്റവും വലിയ രസകരമായ ഒരു കാര്യം, ഞാൻ പൊതുവേ നീളം കുറഞ്ഞ ആളാണ്. എനിക്ക് 5 അടി 4 ഇഞ്ച് 5 അടി 5 ഇഞ്ച് തന്നെ ഇല്ല. പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ എൻ്റെ ജീവിതത്തിൻ്റെ വഴിത്തിരിവുകളിലെല്ലാം തന്നെ ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാ ആളുകളും കുറഞ്ഞതൊരു 6 അടിയെങ്കിലും നീളമുള്ള ആളുകളും ആജാനുബാഹുക്കളാണ്. അത് ഞാൻ ബന്ധപ്പെട്ടുള്ള എം പി മൻമോഹൻ, ഈ ഞാൻ പറഞ്ഞ അവിടെ വന്ന സാഹിത്യകാരൻ, പിന്നെ അങ്ങോട്ട് പലരും ഉണ്ട്. അപ്പോൾ അവിടെ കോളേജിലെ ഒരു പരിപാടിക്ക് തിരുവനന്തപുരത്തെ പ്രശസ്തനായ ഒരു സാഹിത്യകാരൻ വരുന്നു. അദ്ദേഹത്തിൻ്റെ വകയാണ് ബാലൻ പബ്ലിക്കേഷൻസ് എന്ന് പറയുന്ന സ്ഥാപനം. മാത്യു എം കുഴുവേലി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്ഥാപനമാണ് ബാലൻ പബ്ലിക്കേഷൻ. ഈ ആധുനിക രീതിയിൽ മലയാളത്തിലെ ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു എൻസൈക്ലോപീഡിയ, ആധുനിക രീതിയിൽ, അതിന് മുമ്പ് വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് ആധുനിക രീതിയിൽ മലയാളത്തിൽ ആദ്യമായിട്ട് കുട്ടികൾക്ക് വേണ്ടി ഒരു എൻസൈക്ലോപീഡിയ ഇറക്കിയ ആളാണ് മാത്യു എം കുഴുവേലി സാർ. അപ്പോൾ അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റിയുടെ ഈ പബ്ലിക്കേഷൻ വിഭാഗത്തിൻ്റെ ഹെഡ് കൂടിയായിരുന്നു. എല്ലാ രൂപം കൊണ്ടും ഒക്കെ തന്നെ വലിയ മനുഷ്യൻ. അപ്പോൾ ഇദ്ദേഹവുമായിട്ട് ഞാൻ ചങ്ങാത്തം കൂടുന്നു മഹാത്മാഗാന്ധി കളയിലെ ഒരു ഫംഗ്ഷന് വെച്ചിട്ട്. അദ്ദേഹം എൻ്റെ ഈ ഭ്രമം കണ്ടിട്ട് എന്നെ അങ്ങോട്ട് ചെല്ലാൻ, കുഴുവേലി സാറിൻ്റെ സ്ഥാപനത്തിൽ ചെല്ലാൻ പറയുന്നു. എനിക്ക് തോന്നുന്നു പെരുന്താന്നിയിലാണെന്ന് തോന്നുന്നു, തിരുവനന്തപുരത്ത്. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ ബാലൻ പബ്ലിക്കേഷൻ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഒരു ദിവസം വൈകിട്ട് ചെല്ലുന്നു. അദ്ദേഹത്തുമായിട്ട് എനിക്ക് കൂടുതൽ അടുപ്പമാകുന്നു. അദ്ദേഹം അവിടെ വലതുമൊക്കെ എഴുതി കൊടുക്കാനൊക്കെ എന്നോട് പറയുന്നു. അവിടെ വെച്ച് അന്ന് നമ്മുടെ പി ദാമോദരൻപിള്ള, തിരുവനന്തപുരം പി ദാമോദരൻപിള്ളയെ പോലെയുള്ള പ്രശസ്തരായ എഴുത്തുകാരെ എനിക്ക് അവിടെ വെച്ചൊന്ന് പരിചയപ്പെടാൻ കഴിയുന്നു. അന്ന് ഈ സാഹിത്യം ഒരു ചെറിയ വിൽപ്പനച്ചരക്കാണെന്ന് എനിക്ക് ബോധ്യപ്പെടുന്നത് അന്നാണ്, ആദ്യമാണ്. അന്ന് അവിടെ വരുന്ന എല്ലാ സാഹിത്യകാരന്മാർക്കും ഒരു പേജിന് 2 രൂപ വെച്ച് കുഴുവേലി സാർ കൊടുക്കുമായിരുന്നു. ഈ പുസ്തകങ്ങളിൽ പലതും ഈ എഴുത്തുകാരുടെ പേരിലാണോ പുറത്തു വരുന്നതെന്ന് ചോദിച്ചാൽ ഞാനതിപ്പോൾ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം നിരവധി പുസ്തകങ്ങൾ അവിടെ ഇറക്കിയെങ്കിലും അന്ന് ഈ എഴുത്തുകാർക്കുണ്ടാകുന്ന ദാരിദ്ര്യം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അവിടെ എനിക്ക് അന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മിക്കവാറും ആളുകൾ ഈ 2 രൂപ പേജ് വായിച്ച് കൊണ്ടുപോവുക. അങ്ങനെ ആ സ്ഥാപനത്തിൽ ഉള്ള ബന്ധവും എന്നെ സാഹിത്യവുമായി കൂടുതൽ അടുപ്പിക്കുക. ഈ സാഹിത്യവുമായി അന്ന് അടുക്കുക എന്ന് പറഞ്ഞാൽ ഈ 64, 65, 66 കാലഘട്ടത്തിൽ സാഹിത്യവുമായി അടുക്കുന്നു എന്ന് പറഞ്ഞാൽ വെറും സാഹിത്യമായിട്ട് മാത്രമുള്ള അടുപ്പമല്ല. കാരണം ഈ നമ്മുടെ സാഹിത്യം എന്ന് പറയുമ്പോൾ പുരോഗമന പ്രസ്ഥാനം. അന്ന് മിക്കവാറും പ്രശസ്തരായ എഴുത്തുകാരെ, കോളേജ് പ്രൊഫസർമാർ, ഒരുപാട് ഉന്നത നിലയിലുള്ള ആളുകളൊക്കെ ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനോട് ഭയങ്കര താല്പര്യം കാണിച്ചിട്ടുണ്ട്. രാജശേഖരനെ പോലുള്ള ആൾ, രാജശേഖരൻ, എസ്.എൻ. കോളേജിലെ പ്രൊഫസർ, ഒത്തിരി പേര് എടുത്തു പറയാൻ അതിപ്പം ഒരുപാട് പേരുടെ പേരുണ്ട്. അപ്പോൾ പൊതുവേ അതൊരു പുരോഗമന പ്രസ്ഥാനം നമ്മുടെ സമൂഹത്തിൽ നിലനിന്ന് വന്ന നീചമായ നടപടികളോട് അല്ലെങ്കിൽ ആചാര മര്യാദകളോട് പ്രതികരിക്കേണ്ട ആവശ്യമാണ് എന്ന് തോന്നുന്നത് അത് ആത്മാർത്ഥമായിട്ടാണ് താനും. അല്ലാതെ ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളതല്ല. അവർ സിൻസിയറായിട്ട് അതിനുവേണ്ടി അവരുടെ തൊഴിൽ പോലും കളയാൻ തയ്യാറായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞ വളരെ രസകരമായ, ഒരുപക്ഷെ ദുഃഖകരവുമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഉന്നത വിദ്യാഭ്യാസം നേടി വലിയ പല ഉദ്യോഗങ്ങളും ലഭിച്ചിട്ടുള്ള ആളുകൾ പോലും അത് വേണ്ടെന്ന് വെച്ചിട്ട് ഈ നമ്മുടെ സമൂഹത്തിലെ നീതികേടിനെതിരെ പോരാടാൻ വന്നിട്ടുള്ള സന്ദർഭമാണത്. ആ ഒരു കാലഘട്ടം അങ്ങനെ ഒരുപാട് പേര് ഉണ്ട്. എല്ലാവരുടെയും പേരൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത്തരം ചിന്താഗതികൾ എന്നെ ഊട്ടി ഉറപ്പിക്കാൻ അവിടുത്തെ സഹവാസവും എനിക്ക് സഹായകമായി. അവിടെ വെച്ചിട്ട് ഞാൻ മുണ്ടശ്ശേരി മാഷിനെ കണ്ടിട്ടുണ്ട്. മുണ്ടശ്ശേരി മാഷ് അൽപിശെ അടിക്കുന്നയാളായിരുന്നു. അടിക്കുമെങ്കിലും നിലവിട്ടൊന്നും അടിക്കുന്നതല്ല. അപ്പോൾ മുണ്ടശ്ശേരി മാഷും ഇതുപോലെ ഇദ്ദേഹത്തെ പോലെ അതികായനാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ വൈകിട്ട് രണ്ടുപേരും അവിടെ അദ്ദേഹം വരും.
ചില ദിവസങ്ങളിൽ കാണാം. വരിക, രണ്ടുപേരും കൂടെ നേരെ അകത്തോട്ട് പോവുക, ഇദ്ദേഹം എന്നെ ഒന്ന് കണ്ണുരുക്കി കാണിക്കും, അകത്ത് പോയിട്ട് വീശുക. അങ്ങനെ എന്നീരത് ഇവരാരും നിലവിട്ടുള്ള മദ്യപാനമൊന്നുമല്ല, ഭയങ്കര ഡീസൻ്റായ രീതിയിലുള്ള മദ്യപാനമാണ്. അങ്ങനെ അവർ കൂടും, അവരങ്ങനെ പോവും. അങ്ങനെ കുറേ ആളുകളുമായിട്ടുള്ള ബന്ധങ്ങളും കുറേ പുസ്തകങ്ങളുമായിട്ടുള്ള ബന്ധവും ഒക്കെ എന്നെ ഒരു യഥാർത്ഥത്തെ പുരോഗമനവാദിയും ഒരു എഴുത്തുകാരനും ഒക്കെ ആക്കി മാറ്റി. അങ്ങനെ ഞാനവിടെ ഇരിക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ കൊല്ലത്ത് മലയാള രാജ്യമുണ്ട്. മലയാള രാജ്യമായിട്ടൊന്നും എനിക്കൊരു ബന്ധവുമില്ല, എങ്കിലും ഞാൻ അവിടെ ഒരു നാടകം എഴുതിയേക്കും. അന്ന് നാടകങ്ങളുടെ ഒരു കാലമാണല്ലോ. അങ്ങനെ പുതിയ വെളിച്ചം എന്നും പറഞ്ഞൊരു നാടകം എഴുതി അയക്കും. ഇത് 60-ന് മുമ്പാണ്. അന്ന് ഞായറാഴ്ച കണ്ടിട്ടുണ്ടോ മലയാള രാജ്യത്തിൻ്റെ അതിനകത്ത് ഞാനിങ്ങനെ അത് അവർ പ്രസിദ്ധീകരിച്ചു. എൻ്റെ ഈ പുതിയ വെളിച്ചം എന്ന് പറഞ്ഞ നാടകം എല്ലാ ഞായറാഴ്ചയും അത് ഈ പറഞ്ഞ ഒരു വലിയ സംഭവമായിരുന്നു. ആദ്യമായിട്ടൊരു പേരച്ചടിച്ചു വരിക എന്നൊക്കെ. അന്ന് ഈ അച്ചടിച്ചു വരിക എന്ന് ഇന്നത്തെ കൂട്ടല്ലല്ലോ. അത് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടുകാരും അംഗീകരിക്കില്ല ഞാനാണെന്ന്. അന്ന് നാട്ടുകാർ ഇത് ഇയാളൊന്നും അല്ലെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ സഹിക്കാൻ നിവൃത്തിയുള്ളൂ. കൂട്ടുകാർക്ക് പ്രത്യേകിച്ച് അംഗീകരിക്കില്ലായിരുന്നു. അങ്ങനെ അവിടെയാണ് ആദ്യമായിട്ട് മഗസീനിൽ പേരച്ചടിച്ച് വന്നിട്ടുണ്ട്, മഹാത്മാഗാന്ധി കാളയിൽ. പക്ഷേ ഇതിൽ ഒരു പുറത്തുള്ള ഒരു പ്രസിദ്ധീകരണം, ഒരു പോപ്പുലർ അല്ലെങ്കിൽ ഒരു ഉള്ള പ്രസിദ്ധീകരണങ്ങളിൽ ജനങ്ങളുടെ ഇടയിൽ കൂടുതൽ ഇറങ്ങിച്ചെല്ലുന്ന പ്രസിദ്ധീകരണം ആദ്യമായിട്ട് അച്ചടിച്ചു വരുന്നത് മലയാള രാജ്യത്തിലാണ്. അതിൻ്റെ എഡിറ്റർ ആരാന്ന് പോലും എനിക്കറിയില്ല. അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ ഇടതുപക്ഷ പ്രസ്ഥാനവുമായിട്ടുള്ള ബന്ധമൊക്കെ ഉണ്ട്. ആ കാലത്തായിരുന്നു നമ്മുടെ തലേക്കുന്ന് ബഷീർ നമ്മുടെ സ്ഥാപനത്തിലെ ചെയർമാനായിരുന്നു. ഞങ്ങൾ തമ്മിൽ പൊളിറ്റിക്കലായിട്ടൊക്കെ ഇത്തിരി ഉടക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പഠിത്തമൊക്കെ പൂർത്തിയാക്കിയിട്ട് ഞാൻ നേരെ നാട്ടിലേക്ക് പോകുന്നു. നാട്ടിൽ അല്പസമയം അവിടെ പുത്തൂരിൽ നിന്ന് പാർട്ടിയുടെ ഒരു യൂണിറ്റ് പുത്തൂരിൽ CPM-ൻ്റെ 64 കഴിഞ്ഞ കാലഘട്ടം CPI ആണ് കൊട്ടാരക്കര എന്ന് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിരുന്നത്. പാർട്ടിക്കാർ ഏറ്റവും കൂടുതലുള്ള CPI ആണ്. CPM വളരെ കുറവായിരുന്നു. ഞാനെന്തായാലും പുത്തൂരിൽ അതിൻ്റെ ഒരു യൂണിറ്റൊക്കെ സംഘടിപ്പിച്ചിട്ട് സജീവമായി അങ്ങ് രംഗത്തിറങ്ങി. കുറേ സമരങ്ങളും അതും ഇതും ഒക്കെ സംഘടിപ്പിച്ചിട്ട് പ്രവർത്തനം അങ്ങനെ തുടങ്ങി. അപ്പം എൻ്റെ വീട്ടിലൊക്കെ ഞാൻ കൂടുതൽ പഠിക്കണം എന്നായി. അത് പിന്നെ ഇടവേളയ്ക്ക് ഞാൻ അവിടുന്ന് ഇൻഡോർ ക്രിസ്ത്യൻ കോളേജ്, ഇൻഡോറിലൊരു ലണ്ടൻ മിഷൻകാരുടെ ഒരു കോളേജുണ്ട്, ഇൻഡോർ ക്രിസ്ത്യൻ കോളേജ്. അവിടെ ഞങ്ങളുടെ നാട്ടുകാരൻ ഒരധ്യാപകൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇത് പ്രകാരം ഞാൻ അവിടെ പോയി MA-ക്ക് പഠിച്ചു. അവിടെയും ഞാൻ ഈ കലയും പരിപാടിയൊക്കെ തുടർന്നു. ഇൻഡോർ ക്രിസ്ത്യൻ കോളേജിലെ അവിടുത്തെ മലയാളി അസോസിയേഷനുമൊക്കെ ഇതെല്ലാം പ്രവർത്തിക്കും. അന്ന് നയി ദുനിയ തുടങ്ങിയ പത്രങ്ങളിലെല്ലാം അന്ന് നമ്മുടെ പടമൊക്കെ അച്ചടിച്ചു വരുമായിരുന്നു. മലയാളി അസോസിയേഷൻ്റെയൊക്കെ ഒരുപാട് പരിപാടിക്ക് അച്ചടിച്ചു വരികയും ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് എൻ്റെ അച്ഛൻ എനിക്കൊരു ജോലിയൊക്കെ ഒരു കോളേജിലൊരു ജോലിയൊക്കെ അച്ഛന് അധ്യാപകനായിരുന്നു, ഒപ്പിച്ചു വെച്ചിരുന്നു. പക്ഷേ എനിക്കെന്തുകൊണ്ടോ ഈ അധ്യാപക പണിയോട് എനിക്ക് അന്ന് വലിയ താല്പര്യമില്ല. എനിക്ക് അങ്ങനെ ഒതുങ്ങാൻ എൻ്റെ മനസ്സാക്ഷി അനുഭവിച്ചില്ല. ഇന്നത്തെ തലമുറയോട് പറഞ്ഞാൽ അവർ ചിലപ്പോൾ പുച്ഛിച്ചെന്ന് വരും. പക്ഷെ അന്ന് എനിക്ക് ഒട്ടും തോന്നിയില്ല ഞാൻ പത്രപ്രവർത്തകനാകുക എന്നുള്ള. അതിൻ്റെ പത്രപ്രവർത്തനത്തെപ്പറ്റി യഥാർത്ഥത്തിൽ അതിൻ്റെ സാമ്പത്തിക വശത്തെപ്പറ്റിയോ തൊഴിൽപരമായ വശങ്ങളെപ്പറ്റിയോ ഒന്നും എനിക്കറിയില്ല. അത് അറിയാത്തിരുന്ന ഒരർത്ഥത്തിൽ നന്നായി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ഇതേന്നും പറഞ്ഞ് ഇരുന്നു. അതിപ്പോൾ എൻ്റെ ഫാദറിന് അങ്ങനെ ഒരു സ്ഥലത്ത് എന്നെ കയറ്റാനുള്ള യാതൊരു സ്വാധീനവും അച്ഛനില്ല, പത്രസ്ഥാപനങ്ങളിലൊന്നുമില്ല. അങ്ങനെയാണിപ്പോഴും ഞാൻ സജീവമായി കൊട്ടാരക്കര പാർട്ടി CPM-ൽ അങ്ങനെ സജീവമായി പ്രവർത്തനം ആരംഭിച്ചു. അങ്ങനെ KSYF-ൻ്റെ കൊട്ടാരക്കര താലൂക്ക് സെക്രട്ടറി ആയിട്ട് എന്നെ വെച്ചു. അത് നമ്മുടെ ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്ന രമണന്, ഇപ്പോഴത്തെ ഇന്ദുശേഖരൻ, CPI-യുടെ വലിയ ഇന്ദുശേഖരൻ,
പിന്നെ നമ്മുടെ MLA ആയിരുന്ന കക്ഷി നേരത്തെ, ഇവരെല്ലാം എൻ്റെ കൂടെ അന്നുണ്ടായിരുന്നു. ഞാനായിരുന്നു സെക്രട്ടറി പാർട്ടിയുടെ. അപ്പോൾ അന്നത്തേലെ കുറേ ചുരുക്കും സാഹിത്യവും അതും ഇതും ഒക്കെ എല്ലാം കൊണ്ടൊക്കെ വെച്ചുകൊണ്ട് അന്ന് അതിന് വഴിയൊരുക്കിയത് അവിടെ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വരാൻ കാരണക്കാരൻ പാർട്ടിയിൽ നിന്ന്, അത് പറഞ്ഞുകൊണ്ട് പാർട്ടിയിൽ നിന്ന് ഒരു കാലത്ത് പുറത്തു പോയ രാമകൃഷ്ണനാണ്. പ്രശസ്തനമായ വലിയ കമ്മ്യൂണിസ്റ്റായിരുന്ന രാമകൃഷ്ണൻ. അപ്പോൾ അതിൻ്റെ NS-ഉം ഈ രാമകൃഷ്ണനും ഒക്കെ ആയിട്ട് അന്ന് വളരെ അടുപ്പമായിരുന്നു. അങ്ങനെ NS-ഉമായിട്ട് എനിക്ക് നല്ലൊരു ബന്ധമായി. അവിടെ കൊട്ടാരക്കരയിൽ ഏത് ഭാഗത്ത് ഏത് പരിപാടി നടന്നാലും PG വരും. PG വന്നാൽ എൻ്റെ വീട്ടിലായിരുന്നു. പിന്നെ വലിയ ജാഥകളൊക്കെ നമ്മുടെ ഇദ്ദേഹം നയിക്കുന്ന, അതിൻ്റെ സെക്രട്ടറി ആയിരുന്ന രാമേന്ദ്രപിള്ള നയിക്കുന്ന ജാഥകൾ വരും. അപ്പോഴും അവർ എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു ബന്ധങ്ങൾ അങ്ങനെ വളർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അടൂരിരുന്നുകൊണ്ട് എന്നെ ഒന്ന് വിളിക്കുന്നു. പാർട്ടി വളരെ സജീവമായി. സജീവമായെന്ന് പറഞ്ഞാൽ 100% സത്യസന്ധതയുള്ള ഒരു ട്രൂപ്പ് ആദ്യമായിട്ട് അവിടെ വരികയാണ്. ഞാൻ രമണനുമൊക്കെ ഒരു താല്പര്യമില്ല, ആർക്കും MLA ആവണ്ട, ഒന്നും ആവണ്ട. ശരിക്കും പാർട്ടി അവിടെ ശരിക്കും CPM-നെ എനിക്ക് ശേഷം ഞാൻ അവിടെ എന്തായാലും അങ്ങനെ അവിടെ പാർട്ടിക്കൊരു വേരുണ്ടായി. ഒരു ദിവസം അടൂരിരുന്നുകൊണ്ട് എന്നെ ഇദ്ദേഹം വിളിക്കുന്നു, നമ്മുടെ ബാബുവിൻ്റെ NS വിളിക്കുന്നു. ഞാൻ അവിടെ ചെല്ലുന്നു. അപ്പോൾ പറഞ്ഞു, പ്രഭാകരന് എന്നിടയ്ക്ക് ജേർണലിസമൊക്കെ പഠിച്ച് പാസ്സായിട്ടുണ്ടായിരുന്നു. പ്രഭാകരൻ MA കഴിഞ്ഞ് ജേർണലിസമൊക്കെ പഠിച്ച് പാസ്സായത്. ഇംഗ്ലീഷ് MA ആണ് ഞാൻ പാസ്സായത്. നമുക്ക് എറണാകുളം യൂണിറ്റിൽ നമുക്ക് 1-2 പേര്, നമുക്ക് കൊല്ലത്തിന് എൻ്റെ ഒരു പ്രതീതിയില്ല. കൊല്ലത്തിന് നമ്മുടെ പാർട്ടിയുടെ കൊല്ലത്ത് ഒരാളിരിക്കട്ടെ എന്നത്. അങ്ങനെ പോകുന്ന ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കും. ദേശാഭിമാനി എറണാകുളം യൂണിറ്റിൽ തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ PG ആണ് ചീഫ് എഡിറ്റർ. രാമേന്ദ്രൻ നമ്മുടെ മോഹനാണ് റെസിഡൻ്റ് എഡിറ്റർ. ഏഴാച്ചേരിയുണ്ട്, പത്മനാഭനുണ്ട്. പത്മനാഭനെയൊക്കെ അറിയാം, മോഹൻദാസ്, ഇങ്ങനൊരു ടീമുണ്ട്. അപ്പോൾ അന്ന് കംപ്ലീറ്റ് ഇംഗ്ലീഷ് വിവർത്തനം ഞാനാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ അവിടെ ചെല്ലുന്നു. അപ്പം തന്നെ എന്നെ എഡിറ്റോറിയൽ സ്റ്റാഫിൽ തന്നെ, എനിക്ക് പ്രൂഫൊന്നും തന്നില്ല, എഡിറ്റോറിയൽ സ്റ്റാഫിൽ തന്നെ വെച്ചു. അത് ഞാൻ വളരെ പറഞ്ഞില്ലേ 24 മണിക്കൂറും അവിടെ ഇരുന്ന്. അന്നത്തെ എഴുത്തറിയാമോ, EMS പ്രസംഗിക്കുന്നു, PR അങ്ങനെ എഴുതുന്ന ഒരു രീതിയൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ കൂട്ടിയിരുന്ന് ഇവിടെയൊക്കെ അങ്ങ് ഇതായിട്ടുണ്ട്. അത്ര ഇതായിട്ട് നമുക്ക് വേറെ ഒരു പരിപാടിയില്ല. ദൂരമാണ് എറണാകുളം എന്ന് പറഞ്ഞാൽ ഇവിടെ ദൂരമല്ലേ, അതുകൊണ്ട് വീട്ടിൽ വരണ്ടല്ലോ, അവിടെ തന്നെ കിടക്കാം. അങ്ങനെ അവിടെ വെച്ച് നമ്മുടെ ചിന്തരവിയൊക്കെ ചിന്തയില, ഇതിലൊന്നുമില്ല. അങ്ങനെ ഭാസ്കരനെ ഒരുപാട് പേരുമായിട്ട് നല്ല അടുപ്പമുണ്ടാവും. അവിടെ വെച്ച് യഥാർത്ഥത്തിൽ ഒരു ജേർണലിസ്റ്റായത് ദേശാഭിമാനി വെച്ചിട്ടാണ്. അങ്ങനെ അവിടെ വെച്ച് വളരെ രസകരമായ ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ട്. അന്ന് രാത്രിയിൽ ഞാനവിടെ കിടക്കുന്നുണ്ട്. ഈ കണ്ണൻ നായർ എന്ന് പറയുന്ന പ്രശസ്തനായ അദ്ദേഹമായിരുന്നല്ലോ മാനേജർ. അപ്പോൾ അദ്ദേഹം എന്നോട് ആരെങ്കിലുമൊക്കെ രാത്രിയിൽ വരികയാണെങ്കിൽ അവിടെ ഒരു കാറുണ്ട്, ഈ പത്രമൊക്കെ കൊണ്ടുവന്നേ. അപ്പം റെയിൽവേ സ്റ്റേഷനിൽ വരുന്നവരെ രാത്രി പ്രധാന ആളുകൾ വരികയാണെങ്കിൽ കൂട്ടിക്കൊണ്ട് വരണം. അതെന്നെ ഏൽപ്പിക്കുക പതിവ്. രാത്രി ഞാൻ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അങ്ങനെ എന്നോട് സുർജിത്ത് വരും, കൂട്ടിക്കൊണ്ട് വരണമെന്ന്. അങ്ങനെ ഞാനെന്ത് ചെയ്ത്, അദ്ദേഹത്തിൻ്റെ വരുന്ന സമയം നോക്കി, അത് ട്രെയിനൊക്കെ അല്ലയോ. അപ്പോൾ ഞാനും അവിടെ കാറുമായിട്ട് ഡ്രൈവറുമായിട്ട് അവിടെ പോയി കിടന്നു. രാത്രി ടൈമൊന്നും എനിക്കിപ്പോൾ നല്ല ഓർമ്മയില്ല. അവിടെ പോയി ചെന്ന് റെയിൽവേ സ്റ്റേഷനിൽ കിടന്നതിനൊക്കെ പുള്ളിയെ കാണുന്നില്ല. എന്തു പറ്റി? ഒരിക്കലും അദ്ദേഹം പാർട്ടി സെക്രട്ടറി അദ്ദേഹം വാക്ക് പാലിക്കാനില്ല, വരാതിരിക്കില്ല, ഒന്നുമില്ല. അപ്പോൾ നമുക്കുള്ളിൽ വിഷമമായി. അത്ര ഉത്തരവാദിത്വമല്ലേ അത്. എന്ത് ചെയ്യണം? നിരാശയോടുകൂടി കുറേ നേരം അവിടെ നിന്നിട്ട് ഞങ്ങളിങ്ങനെ ഇങ്ങനെ ഉണ്ട്. അന്ന് ഇതുപോലെ എറണാകുളം നേരത്ത് തിരക്കില്ല. കുറച്ച് ദൂരം പോയപ്പോൾ ഉണ്ട് എൻ്റെ ഡ്രൈവർ പറയുന്നത്, ഒരു സിംഗ് ഉണ്ട് അതിൽ പോകുന്നു. ഡ്രൈവർക്ക് അറിയത്തില്ല ആരാണ്. അപ്പം ഞാൻ ഒന്ന് വേഗത്തിൽ വിടാൻ പറഞ്ഞു. നോക്കിയപ്പം അദ്ദേഹം ഒരു റിയൽ സൈക്കിൾ റിക്ഷയിലാണ് പോണത്. അതാ കണ്ടേ.
അന്ന് സൈക്കിൾ ഷോ ഉണ്ട്. അങ്ങനെ അദ്ദേഹം ഞാൻ ഇറങ്ങുന്നു. ഇറങ്ങിയിട്ട് ഞാൻ ഇന്നാലാണ് ദേശാഭിമാനി എന്ന് വന്നതാണ് എന്നൊക്കെ ഞാൻ അദ്ദേഹത്തോട് എത്ര പറഞ്ഞിട്ടും അദ്ദേഹം പറഞ്ഞ് ഞാൻ ഇനി ഇതിൽ നിന്ന് ഇറങ്ങുന്നില്ല. പരിഭവമല്ല, ഞാൻ ഇറങ്ങുന്നില്ല. ഇദ്ദേഹത്തിന് എന്തെങ്കിലും കാശ് കിട്ടാനല്ലേ, നമ്മൾ ഇതുകൊണ്ടല്ലേ അവർ ജീവിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇത് വരാമെന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഞാൻ അദ്ദേഹം ഈ സൈക്കിൾ ഷാക്കാരൻ കൊണ്ട് അവിടെ ഇറക്കി. ഞാൻ കാശ് കൂടും കൊടുക്കാൻ അദ്ദേഹം സമ്മതിച്ചില്ല, കൂലി കൊടുക്കാൻ സമ്മതിച്ചില്ല, അദ്ദേഹം തന്നെ കൊടുത്തു. അപ്പം അങ്ങനെ ഒരു വളരെ എന്നും ഓർമ്മയിൽ നിൽക്കുന്ന ഒരനുഭവം. ഒരുപാട് അനുഭവങ്ങളുണ്ട് അവിടെ. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് വ്യക്തിപരമായ കുറേ പ്രോബ്ലങ്ങളുണ്ടായിരുന്നു. അവിടെയല്ല, എൻ്റെ വൈഫിൻ്റെ അച്ഛനും അമ്മയും പെൻഷൻ പറ്റിയ ആളുകളാണ്. എൻ്റെ വൈഫ് ഒരു മോളാണ്. അപ്പോൾ എനിക്ക് ഒരിക്കലും എങ്ങോട്ടും മാറി നിൽക്കാനൊക്കാത്ത ഒരവസ്ഥ അന്നുണ്ട്, കുടുംബമൊക്കെ. അപ്പം ഒരിക്കലും അവിടെ എനിക്ക് നിൽക്കാൻ വയ്യാത്ത ഒരു സ്ഥിതി പോലെ ആയി കാര്യങ്ങൾ. അങ്ങനെ വേറെ ചില പേഴ്സണൽ പ്രശ്നങ്ങളുമുണ്ട്, ആഫീസുകാരുമായിട്ടും പാർട്ടിയായിട്ടൊന്നും ഒന്നുമില്ല. അങ്ങനെ ഞാൻ പി ജിയോട് ഞാൻ 1972 അവിടെ കയറുന്നത്. പിന്നെ 74 വരെ അവിടെ എഡിറ്റോറിയൽ സ്റ്റാഫിൽ തന്നെ എന്നെ വെച്ചിരുന്നു. മോഹനോടും പി ജിയോടും പറഞ്ഞു, അവർ പോണ്ട എന്നെ വളരെ നിർബന്ധിച്ചു. പക്ഷെ ഞാനത് പിന്നെ സ്നേഹപൂർവ്വം ഒരു അഭിപ്രായ വ്യത്യാസമൊന്നുമില്ലാതെ തന്നെ ഇവിടെ പോന്നു. അങ്ങനെ എനിക്ക് പല വീട്ടിലൊക്കെ പറിച്ചു നടിയിലൊക്കെ വേണ്ടി വന്നു. കാരണം വീട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റലും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ, അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ പേഴ്സണലാണ്. അങ്ങനെ ഇരുന്ന് വീണ്ടും പാർട്ടിയിലും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇളയത് KVS ഇളയത് എന്നെ തിരുവനന്തപുരത്ത് നിന്ന് ബന്ധപ്പെടുകയാണ്. ഞാൻ ഈ ദേശാഭിമാനിയിലൊക്കെ ഉണ്ടെന്നൊക്കെ അവർക്കറിയാം. അപ്പോൾ എന്നോട് പറഞ്ഞു, പ്രഭാകരൻ അത്യാവശ്യമായിട്ട് തിരുവനന്തപുരത്ത് വരുമെന്ന് വരണമെന്ന്. അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് ചെല്ലുന്നു. ചെന്നപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർ കേരളദേശം എന്നൊരു പത്രം അവിടെ നിന്ന് ആരംഭിച്ചിരിക്കുകയാണ്. കുങ്കുമം ഗ്രൂപ്പുകാരെ ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ പ്രധാന പത്രാധിപരെന്ന് പറയുന്നത് ഉറൂബാണ്, പ്രധാന പത്രാധിപർ. എഡിറ്റർ ഇളയ സാറാണ്. അവിടുത്തെ മറ്റ് സബ് എഡിറ്റർമാരെന്ന് നമ്മളെ ഒന്ന് കുമ്പനൻ രാജശേഖരനാണ്. അന്ന് കുമ്പനത്തിനൊന്നും ഇതുപോലുള്ള പൊളിറ്റിക്സൊന്നുമില്ല. ഒന്ന് നമ്മുടെ കവി മധുസൂദനാണ്. പിന്നെ എനിക്ക് കേരളകൗമുദിയിലൊക്കെ വന്ന കുറേ പേരുണ്ട്, ചിലരുടെയൊക്കെ പേര് ഞാൻ മറന്നുവിട്ടു. അങ്ങനൊരു കുറേ ജീനിയസുകളെല്ലാം കൂടെ അതിനകത്തുണ്ട്. പക്ഷേ അവർക്ക് ഇതിൻ്റെ ഈ ടെക്നിക്കൽ പത്രപ്രവർത്തനം എന്ന് പറയുന്നത് ബുദ്ധി മാത്രം പോലും കുറച്ച് ടെക്നിക്കൽ ഇതുണ്ട്, സ്പീഡ് ചെയ്യാനുള്ളത്. അപ്പോൾ അവരെത്ര വിചാരിച്ചിട്ടും അവർ ഈ ഡെമ്മി അവരെ തയ്യാറാക്കിയതിനൊക്കെ പത്രം ആ സമയത്ത് ഇറങ്ങുന്നില്ല. ഒക്കെ എങ്ങനെയൊക്കെ പാടുപെട്ട് നോക്കിയിട്ട് രാത്രിയിൽ 8 മണി ഒക്കെ ആവും. എല്ലാം നിരത്തി കൈകൊണ്ട് നിരത്തുകയാണ്. അപ്പം ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളല്ലേ അവിടെ ദേശാഭിമാനി ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എനിക്ക് നല്ല കൈച്ചുരുക്കാണ്. അതുകൂടാതെ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനൊരു പ്രസ് ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു പരിശീലനവും എനിക്കാണ്. അങ്ങനെ എന്തായാലും ഇതൊന്ന് ശരിയാക്കി തരണമെന്നും പറഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ ചെന്ന് രാവിലെ അങ്ങോട്ടിരുന്ന് നമ്മുടെ പത്രക്കാരുടെ ചില കൊച്ചു കൊച്ചു ടെക്നിക്കുകളുള്ള ചില രഹസ്യങ്ങൾ, ഒരു ന്യൂസ് പല കഷ്ണങ്ങളായിട്ട് മുറിച്ച് 10 പേരെ ഏൽപ്പിക്കുക, അത് ഉടനെ തന്നെ കമ്പോസ് വാങ്ങിക്കുക, ബാക്കിയല്ല. അങ്ങനെ ഒരെണ്ണമായിട്ട് ഒരാളെ ഏൽപ്പിക്കുകയില്ല ഞാൻ, പലരായിട്ട് കീറിയൊക്കെ അന്ന് നമ്മുടെ എല്ലാ ടെക്നിക്കുകളായിരുന്നില്ല. ഇതെല്ലാം പ്രയോഗിച്ച് അന്നൊരു ഉച്ചയ്ക്ക് മുമ്പ് എല്ലാം വൈകിയപ്പോഴത്തേക്ക് മിക്കവാറും എല്ലാം മാറ്റം കമ്പോസ് ചെയ്തെടുത്തു. ഏകദേശം എടുത്തൊരു 7 മണിക്ക് മുമ്പ് പത്രം എല്ലാം ശരിയാക്കി. അന്ന് ഫ്ലോങ് എടുപ്പല്ലേ, ഈ ഫ്ലോങ് എടുപ്പ് ഉണ്ട്. ഈ ഫ്ലോങ് എടുത്തിട്ട് പിന്നെ അതെന്താ പറയുന്നത്, അതെല്ലാം കൂടെ വെച്ചിട്ടാണല്ലോ പിന്നെ അത് ഒരു ഫോട്ടോ എല്ലാം കൂടെ വെച്ച് ചേർത്ത് ലേഔട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുക. ചുരുക്കം പറയാൻ അങ്ങനെ അന്ന് ഞങ്ങൾക്കവിടെ സ്വന്തം പ്രസ്സുമുണ്ട്. അവിടെ ഒരു 7 മണിക്ക് മുമ്പ് പത്രം ഇറങ്ങി. അപ്പോൾ അത് ഇതിൻ്റെ ഉടമ കൃഷ്ണസ്വാമി റെഡ്ഡിക്കാർക്ക് വലിയൊരു സന്തോഷമായിരുന്നു. ഇതിങ്ങനെ ഒരു പത്രം ഇറങ്ങി കുറേ ദിവസമായിട്ട് താമസിച്ചിറങ്ങിക്കൊണ്ടിരുന്നത് എന്നായി. അങ്ങനെ അങ്ങേരവിടെ വരുന്നു.
അദ്ദേഹം കൊല്ലത്തുനിന്ന് കുറേ കൂട്ടുകാരെയും കൊണ്ട് കൂട്ടിക്കൊണ്ട് അവിടെ വരുന്നു. എല്ലാം CPM CPI കക്ഷികളാണ്. എല്ലാവരെയും കൊണ്ട് അവിടെ വരുന്നു. വന്നിട്ട് ഇതെങ്ങനെയാണ് ഇറങ്ങിയെന്ന് തിരക്കുന്നു. അപ്പോൾ ഇളയത് പറഞ്ഞ് ഇതുപോലൊരു ചെറുപ്പക്കാരെ എനിക്ക് പരിചയമുണ്ട്, ദേശാഭിമാനിയിൽ ഉണ്ടായിരുന്ന ആളാണ്. അപ്പം അയാൾ വന്ന്, അയാൾ ഇത് സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, അതുകൊണ്ട് അയാൾക്ക് ടെക്നിക്കൽ ഇതറിയാമായിരുന്നു. അപ്പോൾ അങ്ങനെ അത് അവർക്ക് അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. പുള്ളി പിന്നെ എന്നോട് പറയാം, നിങ്ങൾ ഇവിടെ തുടരണം. എനിക്കൊട്ടും താല്പര്യമില്ലായിരുന്നു. കാരണം അതല്ല, ഞാൻ നിങ്ങൾക്കൊരു പ്രത്യേക ഒരു കസേരയും മേശയും വാങ്ങിച്ചിട്ട് നിങ്ങൾ അസിസ്റ്റൻ്റ് എഡിറ്റർ എന്നുള്ള ഒരു പദവി തരാം, അങ്ങനെ നിങ്ങൾ ഒന്ന് വേണ്ടത് ചെയ്യാം എനിക്ക്. അപ്പം നിങ്ങൾക്ക് എത്ര രൂപ ശമ്പളം കിട്ടുന്നുണ്ട് എന്ന് ചോദിച്ചു. അന്ന് എനിക്ക് 400 രൂപ ദേശാഭിമാനി എന്ന് കിട്ടിക്കൊണ്ടിരുന്നതാണ്. എന്നുവെച്ചാൽ ആ 400 രൂപ അന്ന് വലിയ തുകയാണ് അന്നത്തെ സാഹചര്യം. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഞാൻ അത്രയൊന്നും തരത്തില്ല. അപ്പോൾ പിന്നെ ഇത് വേണ്ടാന്ന് വയ്ക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത്, എനിക്ക് ഞാനിത് ഏൽക്കുകയാണെങ്കിൽ പൂർണ്ണമായി എനിക്കൊരു സ്വാതന്ത്ര്യം വേണം, പൂർണ്ണമായൊരു സ്വാതന്ത്ര്യം വേണം. അതുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. നിങ്ങളൊരു പോളിസി തീരുമാനിച്ച് ഒക്കെ വയ്ക്കാമെങ്കിൽ ഞാനതിൻ്റെ ഇത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ കേരള ദേശം ഇറക്കിയത്. ഞാൻ ആരോടും പണങ്ങാതെ എല്ലാവരും, കുമ്മനം ഉണ്ടായിരുന്നു, മധുസൂദനുണ്ട്, എല്ലാവരും വേണം. മധുസൂദനൊന്നും അന്ന് ഇങ്ങനെയുള്ള എഴുത്തിനൊന്നും, ഇത് വേറൊരു പണിയാണല്ലോ. ഈ എഴുത്തെന്ന് പറയുന്നത് നമ്മുടെ അക്ഷരമില്ലാത്ത എഴുത്തല്ലേ, പത്രമാധ്യമ വരയും കുരയും കൊണ്ട് ഉള്ള പരിപാടിയല്ലേ, വേഗതയാണല്ലോ അതിൽ പ്രധാനം. പക്ഷേ അവർ എല്ലാവരും കൂടെ സഹായിച്ചു. കുമ്മനമാണ് അന്ന് കൂടുതൽ ഇരുന്നത്. കാരണം അന്ന് അത് കഴിഞ്ഞപ്പം അടിയന്തരാവസ്ഥയൊക്കെ വരുന്നു. അങ്ങനെ അത് ഒരുവിധം ഭേദമായിട്ട് പോയിക്കൊണ്ടിരുന്നു. നമ്മുടെ വയലാറിൻ്റെ മരണമൊക്കെ ഒരു ദിവസം ആദ്യം യഥാർത്ഥത്തിൽ അന്ന് ഇതിലാണ് അടിച്ചു വന്നത്. എല്ലാ പത്രങ്ങളിലും അടിച്ചു വന്നെങ്കിലും രാത്രി മൊത്തം കുത്തിയിരുന്ന് KS ചന്ദ്രനും ഞാനും ഒക്കെ കൊഴുന്നുണ്ട്. രാവിലെ അത് നമ്മളെ ഇറക്കിക്കളഞ്ഞു. അങ്ങനെ ഒത്തിരി പുതുമയുള്ള കാര്യങ്ങളൊക്കെ ഇറക്കി. തിരുവനന്തപുരത്ത് അത് പിടിച്ചു. 64 പിടിച്ചൊക്കെ വന്നു. ഒരുപാട് കോപ്പികൾ ചിലവായി ഒക്കെ വന്നപ്പോഴാണ് 65 ജൂൺ 25-ാം തീയതി ഈ അടിയന്തരാവസ്ഥ, അല്ല 75 അറിയാൻ പറഞ്ഞ 75 അങ്ങനെ അത് പ്രഖ്യാപിച്ചു. അതോടുകൂടി നമ്മൾ കുഴപ്പങ്ങളായി, ഓരോ പ്രശ്നങ്ങളായി. ഇളയതിനെയും എന്നെയൊക്കെ കൂടെ വിളിച്ചു. കാരണം അങ്ങേരുടെ മുമ്പിൽ പോയി അങ്ങേര് ചിരിച്ചുകൊണ്ടൊക്കെ ആണെങ്കിലും ഭയങ്കരമായ രീതിയിൽ ഭീഷണിയൊക്കെ പെടുത്ത്. അതിനിടയ്ക്കൂടെ അവിടെ ഒരു സമരം വന്നു. അടിയന്തരാവസ്ഥ വന്നപ്പോൾ ഈ തൊഴിലാളികൾക്കൊക്കെ ഇത് വേണമല്ലോ. അപ്പം ഞാനെല്ലാ തൊഴിലാളികളോടും പറഞ്ഞു, നമുക്ക് തുടങ്ങിയതല്ലേ ഉള്ളൂ, കുറച്ചുകൂടെയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അതൊന്നും ആരും കേട്ടില്ല. സമരമായി, വിളവായി. അങ്ങനെ നിന്നപ്പോഴാണ് അങ്ങനെ ഈ കാര്യമൊക്കെ പറയാൻ ഞാൻ തിരുവനന്തപുരത്ത് ചെല്ലുമ്പോഴാണ് എന്നോട് കൃഷ്ണസ്വാമി റെഡ്ഡിയാർ പറയുന്നു, ഇതിനകത്ത് ഇത് KS ചന്ദ്രന് തൽക്കാലം ഇരുന്നു അങ്ങേര് വേണ്ടെന്ന് വെച്ചു, കേരള ശബ്ദം നടത്താമോ, പ്രഭാകരൻ നടത്താമോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഒരു വളരെ ചെറിയ ഇത് എമൗണ്ടല്ല, കോപ്പി എനിക്ക് മതി, നടത്താമോ എന്ന് ചോദിച്ചു. ഞാനത് സമ്മതിച്ചു, വെറുതെ നിൽക്കണ്ടെന്ന്. അതൊരു നല്ല ലക്ഷണമായിരുന്നു. നല്ല ഈ കേരള ശബ്ദം അങ്ങ് പോയി വളർന്നു. ആ കാലഘട്ടത്തിൽ വളർന്നു. ആ കാലഘട്ടത്തിലൊക്കെയാണ് എനിക്ക് ബാബുവായിട്ടൊക്കെ, അതിന് മുമ്പേ അറിയാം, നിങ്ങൾ കൂടുതൽ ബാബുവായിട്ട് അടുക്കാൻ. ബാബുവൊക്കെ അതിനകത്ത് കേരള ശബ്ദത്തിൽ അന്ന് എഴുതുമായിരുന്നു. പിന്നെ അത് ഈ പറയണം തീവ്രമായ ഇടതുപക്ഷത്തിന് പ്രാധാന്യം കൊടുത്തു. അടിയന്തരാവസ്ഥയ്ക്ക് എതിരെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അന്ന് എഴുതിയിട്ടുള്ള ഒരു സ്വതന്ത്ര പത്രം ദേശാഭിമാനി പാർട്ടി പത്രമാണ്. ഇതിനകത്ത് നമ്മൾ ദേശാഭിമാനി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് അടിയന്തരാവസ്ഥയെ എതിർത്തുകൊണ്ടുള്ള രാജൻ കേസൊക്കെ ഇട്ട് അലക്കി നല്ലതുപോലെ എല്ലാം നിരവധി സംഭവങ്ങൾ, അന്ന് നടന്ന എല്ലാ സംഭവങ്ങളും അതിനകത്ത് കൊടുക്കുകയും അതിൻ്റെ പേരിൽ എന്നെയും ഇളയതിനെ കൊല്ലാൻ നടന്നു. എന്നെയും ഡോക്ടർ രാജാകൃഷ്ണനെയും പിടിച്ചു എറണാകുളത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി.
അപ്പോൾ പിന്നെ എൻ്റെ ഒരു ഞങ്ങളെ ശരിക്കും അവർ ഉപദ്രവിക്കാൻ തന്നെ ഒരു പ്ലാനിട്ടു. ഡോക്ടർക്ക് അദ്ദേഹത്തിന് ഇതൊന്നും പരിചയമില്ലായിരുന്നു. എനിക്കില്ല, പാർട്ടി ഞാൻ നടന്നിട്ടുള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് അനുഭവങ്ങളുള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് ധൈര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അത് അവർ ഞാനൊരു പരിചയമുള്ളൊരു അവിടുത്തെ ഒരു കമ്മീഷണറുടെ ഒരു കൂടെ IPS എടുത്ത വേറൊരു ഉദ്യോഗസ്ഥൻ എൻ്റെ ഒരു ബന്ധുവാണ്. അങ്ങനെ അതുകൊണ്ട് ആ പേര് പറഞ്ഞപ്പോൾ ഇദ്ദേഹം നമ്മളെ ഉപദ്രവിക്കാതൊക്കെ വിട്ടു. പിന്നെ 8 നിന്ന് അടിയന്തരാവസ്ഥയിൽ കേസെടുത്തു. അത് പിന്നെ ക്രമേണ അതൊക്കെ അങ്ങ് പോയി. അങ്ങനെയാണ് പാർട്ടിയായിട്ട് ആ സമയത്ത് ഞാൻ കേരള ശബ്ദത്തിൽ ഈ രാഷ്ട്രീയമൊക്കെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അന്ന് എനിക്ക് കിട്ടിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കേരളത്തിലെയും കേരളത്തിന് പുറത്തുമുള്ള എത്രയോ ഉന്നതന്മാരായ രാഷ്ട്രീയ നേതാക്കന്മാരെ എനിക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ കഴിഞ്ഞു. EMSനെ എത്രയോ തവണ EMSനെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. EMSുമായിട്ട് എനിക്ക് നല്ല അടുപ്പമായിരുന്നു. അദ്ദേഹം ഇവിടെ വന്നാൽ എന്നെ തിരക്കുമായിരുന്നു. EMSൻ്റെ മകൻ എൻ്റെ അടുത്ത സ്നേഹിതനായിരുന്നു. അദ്ദേഹമായിട്ട് എനിക്ക് നല്ല അടുപ്പമുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ എല്ലാവരും, അച്യുതമേനോനായാലും EMS ആയാലും EK നായനാരായാലും നമ്മുടെ ശ്രീനിവാസനായാലും PKB ആയാലും ഇങ്ങനെ എല്ലാവരുമായിട്ട് നല്ലൊരു ബന്ധം. ആ ബന്ധം ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ദുരുപയോഗപ്പെടുത്തിയിട്ടില്ല. എന്തെങ്കിലും ഒരു കാര്യമോ ആരോടും പറയാനോ ഒന്നും പോയിട്ടുമില്ല. ഒന്നിനും പോയി പ്യുവർലി പത്രപ്രവർത്തകനായിട്ട് തന്നെ. അവരൊക്കെ വളരെ വളരെ ആത്മാർത്ഥതയുള്ളതായി. ഈ വെറുതെ ഒരു കാര്യം പറഞ്ഞാൽ അത് തങ്ങൾ പറയുന്നത് ശരിയാണ് എന്ന് സ്ഥാപിക്കാനുള്ള കരുക്കൾ അവരുടെ കയ്യിൽ. ഒരാൾക്ക് ഇപ്പോൾ EMS ആയാലും PKB ആയാലും അല്ലെങ്കിൽ ഈ MN ഇവരൊക്കെ പാർട്ടിയുടെ താത്വികമായ കാര്യങ്ങൾ പറഞ്ഞാലും അല്ലെങ്കിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച കാര്യങ്ങളായാലും ഒക്കെ പറയുമ്പോഴേ അവരുടെ മനസ്സിലൊന്നും ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമില്ല. അത് തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അല്ലാത്തപ്പോഴൊക്കെ അവർ പൊളിറ്റിക്സ് പറയുന്നത് തികഞ്ഞ സത്യസന്ധതയോടുകൂടി. എനിക്ക് എപ്പോഴും പറയാനുള്ളൊരു കാര്യമാണ്. ഈവൻ P. ഗോവിന്ദപിള്ളയൊക്കെ അക്കാര്യത്തിൽ അവർ വിശ്വസിക്കുന്ന തത്വശാസ്ത്രത്തെപ്പറ്റി അവർക്ക് നല്ല ബോധമുണ്ട്. ഇപ്പോൾ വർഗബോധം എന്ന് പറഞ്ഞാൽ അതവർക്കുണ്ട്. അത് ഞാൻ അത്തരം കാര്യങ്ങളെപ്പറ്റി ഞാൻ ഒരുപാട്, കാരണം ഞാനൊരു ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം അല്ലാത്തതുകൊണ്ട് അത്തരം കാര്യങ്ങളെപ്പറ്റി ഞാനൊരു വിവാദപരമായിട്ടൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എന്ന് പറഞ്ഞാൽ താത്വികമായ അടിത്തറയിൽ നിന്നുകൊണ്ട് മാത്രമേ അവർ പ്രായോഗിക രാഷ്ട്രീയത്തെയും കാണത്തുള്ളൂ. അല്ലാതെ ഒരു താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉള്ള രീതിയിലല്ല. രാഷ്ട്രീയ പാർട്ടികളിൽ എന്തെങ്കിലും ആകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, നേതൃത്വത്തിൽ വരാൻ ക്വാളിറ്റിയുള്ള ആളുകളുണ്ടെങ്കിൽ അവർ കേരളത്തിൽ വന്നാലന്ന് അവരുടെ പേഴ്സണാലിറ്റി, അവർക്കുള്ള ആത്മാർത്ഥത, ഇതേപ്പറ്റി അവർക്ക് എങ്ങനെയൊക്കെ രാഷ്ട്രീയത്തിൽ ശോഭിക്കാൻ കഴിയും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നന്നായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. വിമർശിക്കേണ്ടവരെ ശക്തമായിട്ട് വിമർശിച്ചിട്ടുമുണ്ട്. അപ്പോൾ അല്ലാതെ നമ്മൾ ഈ ഖണ്ഡിച്ച് പറയേണ്ട കാര്യങ്ങൾ ഖണ്ഡിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏത് രാഷ്ട്രീയ നേതാവിനെ ആയാൽ പോലും അവരുടെ ചെയ്തി മോശമാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. EMSനെ പോലും നമ്മൾ വിമർശിച്ചിട്ടുണ്ട് ചില ഘട്ടങ്ങളിൽ. അത് പക്ഷേ EMS എന്ന വ്യക്തിയോടുള്ള അതല്ലത്. അപ്പോൾ ആ രീതിയിൽ കേരള ശബ്ദത്തിന് വലിയൊരു ഇതുണ്ടായി. ഒരു കാലഘട്ടത്തിൽ കേരളത്തിലുണ്ടായിരുന്ന എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഈ സാധാരണ ജനങ്ങളുടെ ഇടയിൽ, തൊഴിലാളികളുടെ ഇടയിൽ ഒരു സ്വാധീനമുണ്ടാകാൻ കാരണം വലിയൊരു പങ്ക് കേരളത്തിൽ വഹിച്ചിട്ടുണ്ട്. കൃഷ്ണസ്വാമി റെഡ്ഡിയാർ ഒരിടമ എന്നുള്ള നിലയിൽ അങ്ങനെ എതിർത്തിട്ടില്ല. എന്നോട് അദ്ദേഹം പറയുന്നത് അറിയുമോ, ഒരു പേജ് എനിക്ക് തരണം, അതെൻ്റെ ഇത് പറയാൻ, ബാക്കിയൊക്കെ യു ഡു ഇറ്റ് എന്ന് പറയും. അങ്ങേര് ഒരു പേജും ആവശ്യപ്പെടാറില്ല. വല്ലപ്പോഴും അങ്ങയുടെ ഏതെങ്കിലും സ്നേഹിതന്മാരുടെ ഇത് പറയും. ആശയങ്ങളോ ഐഡിയകളോ തോന്നുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് കൺസൾട്ട് ചെയ്യും, കൃഷ്ണസ്വാമി റെഡ്ഡിയാരോട്. അപ്പോൾ അദ്ദേഹം പറയും, പ്രഭാകരൻ്റെ ഇഷ്ടം പോലെ ചെയ്തു,
ഞാൻ പച്ചയായിട്ട് പറയാം, എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. തലമുറ മാറുമ്പോൾ പലരും അത് ഒന്നിരിക്കാം. എനിക്ക് അങ്ങനെ ഒരു ദുസ്വാതന്ത്ര്യം, ഞാൻ കേരള ശബ്ദത്തിൻ്റെ എഡിറ്റർ എന്ന് പറഞ്ഞ് ജോലി ചെയ്തതിൻ്റെ പ്രധാന കാരണം എനിക്ക് ഈ ലഭിച്ച സ്വാതന്ത്ര്യമായിരുന്നു. ഞാനത് ഒരിക്കലും മിസ്യൂസ് ചെയ്തിട്ടില്ല. ദുരുപയോഗപ്പെടുത്തുക എന്നുള്ള പരിപാടി ഞാൻ ചെയ്തിട്ടില്ല. അവിടുന്ന് ഇറങ്ങി വരുന്നിടം വരെ ഞാൻ ചെയ്തിട്ടില്ല. അദ്ദേഹമായിട്ട് എനിക്ക് അദ്ദേഹം അങ്ങനെ ഞങ്ങൾ തമ്മിലൊരു വലിയ നല്ലൊരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. അയാളൊരു മുതലാളിയായിരുന്നില്ല എൻ്റെ അടുക്കൽ ഒരു മുതലാളിയായിരുന്നില്ല. എനിക്ക് എല്ലാ കാര്യങ്ങളിലും എന്നോട് വളരെ ഒരു നല്ല രീതിയിലാണ് പെരുമാറുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുമായിരുന്നു. ഞാൻ പറയുന്ന കാര്യം അങ്ങേര് പറയുന്നത് ഞാൻ അംഗീകരിക്കും. ഞാനും ആർ കൃഷ്ണസ്വാമിയും തമ്മിൽ ഒരിക്കലും ഒരു വിയോജിപ്പും ഉണ്ടായിട്ടില്ല. പിന്നെ അദ്ദേഹം തൻ്റെ പത്രാധിപർ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെപ്പറ്റി നല്ല കാഴ്ചപ്പാടുള്ള ആളായിരുന്നു. ഇപ്പം ഞാനന്ന് വലിയ പ്രായമൊന്നുമുള്ള ആളല്ല, പക്ഷേ എന്നോട് പ്ലെയിനിൽ യാത്ര ചെയ്യാവൂന്ന് പറയും. അതൊരു വലിയ കാര്യമായിട്ട് പറയല്ല. ഞാൻ മദ്രാസിൽ പോയാൽ ഞാൻ സിനിമയ്ക്ക് കഥ എഴുതാൻ പോകുന്നതിന് പുള്ളിക്കൊരു വിരോധവുമില്ല. ഞാൻ പോകുന്ന സമയത്ത് കേരള ശബ്ദത്തിൽ മറ്റൊരാൾ തൊടാൻ അദ്ദേഹം സമ്മതിക്കത്തില്ലായിരുന്നു. നിങ്ങൾ പോയിട്ട് വന്നിട്ട് മതി, അതായിരുന്നു. പിന്നെ ആദ്യമൊന്നും അങ്ങനെ വരികയില്ലായിരുന്നു. അങ്ങേർക്ക് ഒരു സീറ്റേ ഇല്ല. പിന്നീട് കുറേ കഴിഞ്ഞതിന് ശേഷമാണ്, വളർന്നതിന് ശേഷമാണ് പുള്ളി ആഫീസിൽ പോലും വന്നിരുന്നത് തുടങ്ങിയത്. അങ്ങേര് ഒരു കാര്യം തീരുമാനിച്ചാൽ അപാരമായ ഇച്ഛാശക്തിയുള്ള ഒരാളായിരുന്നു. അത് പറയാതിരിക്കാൻ വയ്യ. അങ്ങനെയൊന്നുള്ള ആളുകളൊന്നും ഇന്നില്ല. ഒരു കാര്യം വിചാരിച്ചാൽ അത് നടപ്പിലാക്കി ആരെയും കൂസത്തില്ല. അടിയന്തരാവസ്ഥയിൽ കേരളത്തിലൊരു വലിയ പ്രഗത്ഭനായ ഒരു മന്ത്രിയോട് സമരവുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങളെ പിടിച്ച് അകത്താക്കി കളയുമെന്ന് ഈ മന്ത്രി ചൂടായി പറഞ്ഞു. എന്നാൽ പിന്നെ ഇനി അകത്താക്കിയിട്ട് തന്നെ കാര്യം പറഞ്ഞ് ഇറങ്ങി പോകുന്നു. ആ രൂപം പോലെ തന്നെ ശക്തനായിരുന്നു അത്തരം കാര്യങ്ങളിൽ. പിന്നെ വേറൊരു കാര്യമുണ്ട്, അന്ന് ബേബി ജോണും ഇദ്ദേഹമായിട്ട് വളരെ അടുപ്പമായിരുന്നു. അപ്പം അങ്ങനെ അദ്ദേഹം ഏത് കാര്യത്തിലും, ഇപ്പം എന്നെ ഒരിക്കൽ എന്നെയും ഡോക്ടറെ കൂടെ ഞാൻ പറഞ്ഞല്ലോ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോൾ പുള്ളി സ്ഥലത്തില്ല. അപ്പം ഈ പ്രൊഫഷണലായ ചില ഭിന്നതകൾ എന്നോട് ഉള്ള ചില ആളുകളുണ്ട്. അപ്പോൾ ഇത് വീടി കിട്ടിയ ഒരു അവസരമാണ് ഇയാളെ തൂക്കി പുറത്ത് കളയാൻ എന്ന് വിചാരിച്ച് സന്തോഷിച്ച് കുറേ ആളുകൾ വന്നിരുന്നു. അവരുടെ എല്ലാം മുഖത്ത് നോക്കി ഇദ്ദേഹം പറഞ്ഞതെന്ന് പറയുമോ, പത്രപ്രവർത്തകരായ ഇങ്ങനെയൊക്കെ ഇത്തിരി നട്ടല്ലൊക്കെ വേണം. ഞാനവിടെ അയാളോട് ഭയങ്കരമായിട്ട് എതിർത്തു, പോലീസ് ഓഫീസറോട്. അന്നത്തെ സാഹചര്യത്തിൽ അത് എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്ന ഒരു ധൈര്യമാണത്. അത് എൻ്റെ ഒരു വലിയ മിടുക്കാണ്, ഞാൻ വലിയ അതുകൊണ്ടൊന്നും അല്ല, വലിയ പത്രപ്രവർത്തകനും അല്ല. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അന്ന് നീതികേടിനെ സംസാരിക്കുക, അത് നമ്മൾ എങ്ങനെയോ അന്ധമായാലും പഠിച്ചു വെച്ചിരിക്കുക. നമ്മളതുകൊണ്ട് തുറന്നു പറയും, നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങളെ പിടിച്ചുകൊണ്ട് വരണ്ടേ, നിങ്ങൾക്ക് അതിനുള്ള അവകാശം എന്താണെന്നൊക്കെ ഞാൻ ചോദിച്ചു. ഈ ഡോക്ടറെ പിടിച്ചുകൊണ്ട് വന്നില്ല എനിക്ക്. ആഫീസിൽ എത്ര പേര് കാണും, ഈ ഡോക്ടർ എന്ത് പഠിച്ചു, അത് ശരിയായില്ല എന്ന് പറഞ്ഞു. പിന്നെ അയാൾ താഴെ വന്നു, കേസൊക്കെ എടുത്തു, പക്ഷെ ഞങ്ങളെങ്കിൽ വിട്ടു. അങ്ങനെയാ. അപ്പോൾ അതിനെയൊക്കെ കൃഷ്ണസ്വാമി അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുള്ളൂ. എന്ത് ചെയ്താലും എന്ത് ചെയ്യാൻ നമ്മൾ അയാൾക്കെതിരായിട്ടൊന്നും ചെയ്യുന്നില്ല. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് ബിസിനസ്സല്ലേ പ്രധാനം, തൊഴിലാളിക്ക് ശമ്പളം കൊടുക്കണം ആണല്ലോ, അത് തകരാതിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. പത്രപ്രവർത്തനം തൊഴിലൂടാണ്. അപ്പം അതുകൊണ്ട് ജീവനക്കാരന് ശമ്പളം കൊടുക്കാനുള്ള പായസായം കൂടി ഇതിനകത്ത് കിട്ടണം. ആ ഉത്തരവാദിത്വം ഞാൻ നിർവഹിച്ചു തരാം. ഇത് വളരുക എന്ന് പറയുന്ന അങ്ങനെ. അതേസമയം ഞാൻ അതിനകത്ത് ഒരു കാലത്ത് എന്തൊക്കെയോ ചിലതൊക്കെ കൂടെ അതെല്ലാം എടുത്തു കളഞ്ഞു. ഞാനത് സാധാരണക്കാരൻ്റെ എൻ്റെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ നമ്മുടെ അധ്യാപക വർഗത്തിൻ്റെ പ്രശ്നങ്ങൾ കേരളത്തിലെ എല്ലാം ഇന്നതൊരു പുതുമയല്ല. അന്ന് കേരളത്തിലെ അധ്യാപക വർഗം നേരിടുന്ന പ്രശ്നങ്ങൾ, അവർക്ക് ശമ്പളക്കുറവ്, 150 രൂപയൊക്കെ അല്ലേ ശമ്പളമുള്ളൂ, അത്തരം പ്രശ്നങ്ങളെ ഞാൻ നന്നായി ചർച്ച ചെയ്ത് അതിനകത്ത് കൊടുപ്പിക്കുമായിരുന്നു കേരളത്തിൽ. അപ്പോൾ ഈ അധ്യാപകരുടെ ഇടയിൽ ഇതിന് ഒരു പ്രിയം വന്നു. NGOമാരുടെ പ്രശ്നങ്ങൾ, അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുന്നത് എനിക്ക് തോന്നിയപ്പോൾ എന്നാൽ NGOമാരുടെ കൊടുക്കണം, തൊഴിലാളികൾക്ക് അത് 2 ഗുണമല്ലേ.
അവരിത് കാശ് കൊടുത്ത് വാങ്ങിക്കുന്നു, അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ അസംബ്ലിയിലുമൊക്കെ അവതരിപ്പിക്കാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കിക്കൊടുക്കും. അങ്ങനെ തൊഴിലാളികൾക്ക് എൻ ജി ഒമാരുടെ ഒരുപാട് എൻ ജി ഒമാരുടെ പ്രോബ്ലങ്ങൾ ഞാൻ അങ്ങോട്ട് കൊടുക്കും. അതിനിടയ്ക്ക് തന്നെ ഞാൻ കോളേജ് വിദ്യാർത്ഥികളുടെ കഥ നമുക്ക് വല്ല നഷ്ടമുള്ളൂ. അതുകൊണ്ട് അവർ നന്നാവുകയല്ലേ ഉള്ളൂ, അതുകൊണ്ട് ചീത്തയാവുന്നില്ല. അപ്പോൾ പിള്ളേരുടെ കലാപരമായ ബോധം ഉണ്ടാവും. അപ്പോൾ പിള്ളേർ ഒരുപാട് ഇത് കാശ് കൊടുത്ത് വാങ്ങിക്കുകയും. അപ്പോൾ ഈ സാമ്പത്തിക വശത്തെയും ചിന്താപരമായ വശത്തെയും രണ്ടും കൂടെ ഒന്ന് കൂട്ടിയിണക്കി ഒരു തന്ത്രത്തിൽ പോയി. അത് താപ്പോട്ടൊന്നും ഞാൻ വന്നിട്ടില്ല അന്ന്. ഒരുപാട് കോളിലൊക്കെ ഉണ്ടാക്കിയ സംഭവമുണ്ട്. അത് പറയാൻ ഒരുപാട് കോളിലൊക്കെ മത്സ്യം. ഒന്ന് നമ്മുടെ ഈ ബേബി ജോണിൻ്റെ പേരിലുണ്ടായ ഒരു സംഭവം ഉണ്ടല്ലോ, അദ്ദേഹം അവനെ കൊന്നു എന്ന് പറഞ്ഞുള്ള എന്നൊക്കെ പറഞ്ഞുള്ള അത് നമ്മൾ കുറച്ച് ബേബി ജോൺ അനുകൂലമായിട്ടാണ് നിന്നത്. എങ്കിൽ പോലും അത് ഒരുപാട് വായനക്കാരെ ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. പിന്നെ അതുപോലെ രാജൻ കേസ് ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങളൊക്കെ അന്ന് ചെയ്യുമെങ്കിൽ പോലും ഇന്നിപ്പോൾ എല്ലാവരും ചെയ്യും. അന്ന് അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൊടുത്തത് കേരള ശബ്ദമായിരുന്നു. രാജൻ കേസിൻ്റെ ഒരുപാട് കൊടുത്തു. എല്ലാ പത്രങ്ങളും കൊടുക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ പത്രങ്ങൾക്കൊക്കെ ഒരു പരിമിതി ഉണ്ടല്ലോ. പത്രം എന്ന് പറയുമ്പോൾ നമ്മൾ ദിനപത്രം എന്ന് പറയുമ്പോൾ പ്യുവർ വാർത്തയല്ലേ കൊടുക്കും. നമ്മളീ പറഞ്ഞ ഒരു സ്റ്റോറി ആയിട്ടൊന്നും അധികം കൊടുക്കാനില്ലായിരുന്നല്ലോ പണ്ട്. ഒന്നോ രണ്ടോ സ്റ്റോറി നമ്മൾ അകത്തൊരു പേജ് കൊടുക്കുമെന്നുള്ളതല്ലാതെ ഒരു വാർത്തയല്ലേ നമ്മൾ കൊടുക്കും. ഇത് കുറേ കൂടെ വിശാലമായിട്ട് അതിൻ്റെ എന്തൊക്കെയാണ് സംഭവിച്ചത്, എവിടെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ ഉള്ള രീതിയിൽ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. അത് ശരിക്കും ജനങ്ങളിൽ കൊള്ളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാടുണ്ട്. അതിപ്പോൾ എടുത്തു പറയാൻ ഇത്തിരി. അന്ന് കൂടുതലും കേരള ശബ്ദത്തിൻ്റെ വരുന്നതെല്ലാം തന്നെ അന്ന് ചർച്ചയാവുക സാധാരണക്കാരാണ്. അപ്പം ഞാനവിടെ ഉള്ളപ്പോൾ എന്നേക്കാൾ മുമ്പേ എൻ വി സാറുണ്ടായിരുന്നു. പക്ഷേ എൻ വി സാറിന് പിന്നീട് മദ്രാസിലൊരു സർവകലാശാലയിൽ പ്രൊഫസറായിട്ട് കണ്ട് മധുരയിലും കണ്ട് കിട്ടി അദ്ദേഹം പോയിട്ട് പിന്നീട് രണ്ടാമത് ഞാൻ കേരള ശബ്ദത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കുങ്കുമത്തിൻ്റെ ചീഫ് എഡിറ്ററായിട്ട് എൻ വി വന്നു. അത് കേരള ശബ്ദമായിട്ടൊന്നും അവർക്കൊന്നും ഒരു ബന്ധവുമില്ല. ഒരു ലേഖനം അദ്ദേഹത്തെ കൊണ്ട് എഴുതിച്ചിരുന്നു. പിന്നെ വൈക്കം ഉണ്ടായിരുന്നു. വൈക്കം ആദ്യം വേറെ സ്റ്റാഫായിരുന്നല്ലോ. അതൊക്കെ പോയി കഴിഞ്ഞ് പിന്നീട് അപ്പോൾ ഈ കേരള ശബ്ദം ഇതിങ്ങനെ ഭയങ്കരമായിട്ട് വളർന്നു. ഒരുപാട് ആളുകൾ ഈ വിദേശ രാജ്യത്താണ് ഒരുപാട് ഇതുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, പ്രവാസികളുടെ കഥകൾ ഒരുപാട് കൊടുക്കാൻ തുടങ്ങി. കഥയെന്ന് പറഞ്ഞാൽ ലിറ്ററേച്ചറല്ല, അവരുടെ ജീവിതം നന്നായി ഞാൻ കൊടുത്തു. നമ്മുടെ ഉത്തരേന്ത്യയിലെ കഥ അതിന് ഇടമറുകിനെ കിട്ടി. അപ്പോൾ ഇടമറുക്, ഇളയ സാറ്, നിങ്ങളുടെ എൻ രാമേന്ദ്രൻ സാറ്, ഇവരൊക്കെയാ എൻ്റെ ടീം. കൊച്ചു ടീമാണോ? ചക്രവാള സാറൊക്കെ ഞാനല്ല എൻ്റെ ആള്. ഞാൻ എഡിറ്ററും സാറ് അന്ന് അസിസ്റ്റൻ്റ് എഡിറ്ററാണ് എൻ്റെ. കാരണം ഞാൻ അവിടെ ഇരുന്നത് കൊണ്ട് ഞാൻ സാറിനോട് ഭയങ്കര കാര്യമായിട്ട് ബഹുമാനമായിട്ട് ഞങ്ങൾ നല്ല അടുപ്പമായിരുന്നു രാമേന്ദ്രൻ സാറുമായിട്ട്. അങ്ങനെ തന്നെ പറഞ്ഞത് എൻ്റെ പേര് അസിസ്റ്റൻ്റ് എഡിറ്റർ എന്ന് വെച്ചാൽ അത് നീ മതി എഡിറ്ററാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഭയങ്കര ഇവർക്ക് എല്ലാവർക്കും എന്നോട് വലിയൊരു ഒരാളുമായിട്ടും എനിക്ക് അഭിപ്രായ വ്യത്യാസം വന്നിട്ടില്ല. സ്റ്റാഫ് ഒറ്റൊരാൾ. പിന്നെ ഇടമറുക വന്നപ്പോൾ നല്ലതുപോലെ സഹായിച്ചു. ഈ ഞാൻ പറഞ്ഞ പ്രവാസി സംഭവങ്ങൾ, അതും ഒരാഴ്ചയിലൊരു പ്രവാസി സംഭവം കാണും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ വിദേശ രാജ്യങ്ങളിലുള്ള മലയാളികളും ഇന്ത്യയിൽ തന്നെ വിവിധ സ്ഥലങ്ങളിലുള്ള മലയാളികളും എല്ലാം ഇത് വായിക്കും. ഒരുപാട് നേഴ്സുമാരുടെ മായി ബന്ധപ്പെട്ട കഥകൾ ഒക്കെ ഒരുപാട് അവരനുഭവിച്ചിരുന്ന ദുഃഖങ്ങളൊക്കെ അതങ്ങനെ കേരളത്തിൽ തന്നു കൊടുക്കുമായിരുന്നു. അപ്പോൾ ഈ സമഗ്രമായി സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലുമുള്ള തൊഴിലാളി വർഗത്തെ നന്നായി അവരുടെ ദുഃഖങ്ങൾ കേരള ശബ്ദത്തിൽ അന്ന് നല്ല രസകരമായി കൊടുത്തിരുന്നു. രസമെന്ന് വെച്ചാൽ വായിക്കാൻ സുഖത്തിൽ. അത് ഇന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഈ വായനിക്കാനുള്ള ഒരു സുഖം എന്ന് പറയുന്നത് വളരെ പ്രധാനമല്ലേ. നമ്മളൊരു സാധനം ഒരേ വസ്തു 5 പേര് എഴുതിയാൽ 5 രീതി ഇരിക്കും. ചിലരെഴുതുമ്പോൾ അത് വളരെ രസകരമായിരിക്കും. അപ്പോൾ അതിൽ അങ്ങനെ രസകരമായി എഴുതാൻ കഴിയുന്ന ആളാണ് ഇടമറുക്. വളരെ രസകരമായിട്ട് ഇടമറുക് എഴുതാൻ. അപ്പോൾ ആ ഇടമറുകിൻ്റെ അന്നത്തെ സേവനം വലിയ ഇതായിരുന്നു. കേരള ശബ്ദത്തിൽ ഇടമറുകിൻ്റെ ഒരു പങ്ക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ലേഖനം എന്ന് പറയുന്നത്, അത് വലിയ ഈടുറ്റതായിരുന്നു അന്ന്. ഇങ്ങനെയുള്ള പ്രത്യേകിച്ചും തൊഴിലാളികളുടെ പുരോഗമനകരം ഒക്കെ. പിന്നെ ഇളയ സാറ്
ഇളയ സാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുത്തിക്കൊല്ലുന്നതാണ് എഴുതുന്നത്. സത്യത്തിൽ ആ ഭാഷയൊക്കെ ഉണ്ട്. നമ്മുടെ ഒരുത്തന്നെ എന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ ഇളയ സാറ് ചങ്കി കയറുന്നതാണ്. ഇളയ സാർ ഒരിടത്തും ആരെയും കാണാൻ പോകത്തില്ല. അയ്യോ, ഇതുപോലൊരു സാധനത്തിന് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടില്ല. നമുക്കൊക്കെ അഭിമാനിക്കാവുന്നതാണ്. ഒരു പ്രശസ്തിയും വേണ്ട, ഒരു കുന്തവും വേണ്ട, ഇതിന് അടിക്കും, അങ്ങനെ അങ്ങ് നടന്നോളും. ആരെയും കുത്തിക്കൊല്ലും. എന്നുവെച്ചാൽ പേന കൊണ്ട് അത്ര കണ്ട് ശക്തനായിരുന്നു ഇളയ സാർ. ഇളയ സാറിൻ്റെ ഭാഷയൊന്നും ഇപ്പോൾ ആർക്കും ഇല്ല, ഒരു വിട്ടുവീഴ്ചയില്ല. അതുകൊണ്ടല്ലേ ഒരു IPS-കാരൻ ഇളയ സാറിനെ എറണാകുളത്ത് ഗസ്റ്റ് ഹൗസിൽ ഇട്ട് വെടിവെച്ച് കൊല്ലാൻ നടക്കും, ശരിപ്പെടുത്തുമെന്ന്. അപ്പോൾ അത്ര കൊണ്ട് ശക്തമായിരുന്നിരിക്കും അദ്ദേഹത്തിൻ്റെ ഇതെന്ന് ആലോചിക്കണം. അപ്പോൾ അങ്ങനെ ഇളയ സാർ രാമേന്ദ്രൻ സാർ കുറേ കൂടെ മിതത്വമാണ്, കുറേ കൂടെ നിലവാരമാണ്, ഈ സ്റ്റാൻഡേർഡുള്ള രീതിയിലാണ് ചെയ്യുന്നത്. പത്രമേളം എന്ന് പറഞ്ഞാൽ സാറിത് ആരംഭിക്കുന്ന അദ്ദേഹമായിട്ട് പരിചയമുള്ള നമ്മുടെ PK വിക്രമൻ നായർ, പിന്നെ തകഴിയുടെ മരുമോൻ, പേര് മറന്നു ഞാൻ. അപ്പോൾ ഇങ്ങനെ ഒത്തിരി സുഹൃത്തുക്കളുണ്ട് ഇദ്ദേഹത്തിന്. അപ്പോൾ ഇവർ പലരും അന്തരിച്ചപ്പോഴേ, ഇവർ പലരും നഷ്ടപ്പെട്ടപ്പോഴേ, അപ്പോൾ ഇദ്ദേഹത്തിന് പാരമ്പര്യമായിട്ട് പരിചയമുള്ളവരല്ലേ. ദിവാകരൻ്റെ PA ആയിരുന്നു. പിന്നെ അതുകൂടാതെ ഒരുപാട് രംഗങ്ങളിൽ RSPയുടെ ഒക്കെ സജീവ പ്രവർത്തകനാണ്. കേരളമതിൽ എത്രയോ വർഷം ജോലി ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തിന് അവരുമായിട്ടൊക്കെ ഉള്ളൊരു ബന്ധം വളരെ ഈടിറ്റതാണ്. അതുപോലെ വികാരപരമായിട്ട് എഴുതുമായിരുന്നു. പിന്നെ ഒരുപാട് രാഷ്ട്രീയ പ്രശ്നങ്ങൾ, തെരഞ്ഞെടുപ്പുകളെ പറ്റിയൊക്കെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്, അതൊക്കെ ആളുകൾക്ക് രസിക്കുന്ന രീതിയിൽ എഴുതും. ഇതെൻ്റെ രസം അതല്ല, അത് ഞാൻ ഇത് ഇവർ പലപ്പോഴും എഴുതാത്തപ്പോൾ ഞാൻ എഴുതിയിട്ട് കൊടുക്കും. KSP എന്നും പറഞ്ഞ് എഴുതുന്നത് ഞാനാ, അതാർക്കും അറിയത്തില്ല. KS പ്രഭാകരൻ. അപ്പോൾ KVS എന്ന ആളുകളത് വായിക്കും. അപ്പോൾ ഇവർ ചിലപ്പോൾ മുടക്കും, ഞാനത് മുടക്കത്തില്ല. ഞാൻ ഉടനെ എന്തെങ്കിലും അവരുടെ സമ്മതത്തോടു കൂടിയാണ്. അങ്ങനെ അതൊരു നല്ലൊരു ടീമായിരുന്നു. അത്രയും ഒരു ടീമിനെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ അന്ന് ആർക്കും കിട്ടിയിട്ടില്ല. എൻ്റെ ഒരു മിടുക്കൊന്നുമല്ല, അല്ലെങ്കിൽ കൃഷ്ണറെഡ്ഡിയുടെ മിടുക്കല്ല, ഒരു നല്ലൊരു കോമ്പിനേഷനായിരുന്നു. ഈ പറഞ്ഞവർക്കെല്ലാം കുഴപ്പമില്ല, എല്ലാവർക്കും ഒന്നും പ്രതിഫലം അന്ന് കൊടുക്കാൻ ഒക്കത്തില്ലല്ലോ. എല്ലാവർക്കും മര്യാദയ്ക്ക് അവരുടെ ചിലവുകളും മറ്റുകൂടെ ശമ്പളം, അത് റോയൽറ്റിയൊക്കെ കൊടുക്കും. അപ്പോൾ അവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, അന്ന് ഈ വാരികകളിൽ ഇടക്കാലത്ത് ഈ സ്ഥാപനത്തിനൊരു വീഴ്ച വന്നായിരുന്നു. ഈ മഹാരഥന്മാരെല്ലാം ഇരിക്കുന്ന കാലത്ത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചെന്ന് എനിക്കൊരു ടീമുണ്ടായിരുന്നു. ഈ പറഞ്ഞ ടീമെല്ലാം കൂടെ വന്ന് ഞങ്ങളത് കേരളത്തിൽ അങ്ങ് വളർത്തി, ശരിക്കും വളർന്നു, നന്നായി വളർന്നു കഴിഞ്ഞപ്പോൾ പുള്ളി ഞാനും കൂടെ മിക്കവാറും ദിവസങ്ങളിൽ ഇങ്ങനെ കാറിൽ സഞ്ചരിക്കും. വൈകിട്ട് അഞ്ചാലുമൂട് വഴി ഇങ്ങനെ കറങ്ങും. വൈകിട്ട് ഒരു ശീലമാണ്. അപ്പോൾ കറങ്ങി വരുമ്പം ഇവിടെ എല്ലാവരും കൂടും. നമ്മുടെ ഉണിച്ചക്കം വീട്ടിലെ പഴയ ഗംഗണ്ണൻ, സ്പീക്കറായിരുന്ന ഗംഗണ്ണന് ഈ നമ്മുടെ ബാബുവിൻ്റെ ചേട്ടൻ ഒരാളുണ്ടായിരുന്നു. ഈ RS ബാബുവിൻ്റെ ചേട്ടന് ഒരാൾ ജനത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഇവരെ ഇങ്ങനെ കുറേ കക്ഷികളൊക്കെ, രാജേന്ദ്രനാണ്. അപ്പോൾ ഇങ്ങനെ കുറേയേറെ കക്ഷികൾ വൈകിട്ട് അവിടെ കൂടും. ലക്ഷ്മണൻ, ഇതെല്ലാവരും കൂടെ ചേർന്നൊരു ഒരു ചർച്ചയൊക്കെ കഴിഞ്ഞിട്ട് രാത്രി ചായ കുടിച്ച് എല്ലാവരും പിരിയത്തുള്ളൂ. അങ്ങനെ നല്ലൊരു കമ്പനിയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് കേരള ശബ്ദം പിന്നീട് അങ്ങ് വളർന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ദിവസം എന്നോട് ചോദിച്ചു, നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു വാരിക തുടങ്ങിയാലെന്താ, ഈ മംഗളം പോലെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മംഗളം പോലെ തുടങ്ങാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, മനോരമ പോലെയും വേണ്ട, വേറൊന്നും, നമുക്കിതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് ഒന്ന് ആരംഭിച്ചാലെന്താ. അപ്പം പുള്ളി അങ്ങനെ സമ്മതിച്ചു. അങ്ങനെ നമ്മുടെ എഴുത്തുകാരൻ്റെ ഈ വെറും ഈ മായ എഴുതാത്ത, ഈ മായ എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് മായയോട് ഉച്ചയൊന്നുമില്ല, എങ്കിലും ഞാൻ പറയാം, അത്തരം പോപ്പുലർ അല്ലാത്ത, ഇപ്പോൾ നമ്മുടെ MD രത്നമ്മ, ഖാലിദൊക്കെ സാഹിത്യ അക്കാദമി അവാർഡൊക്കെ ഉണ്ട്. ഖാലിദ്, ഇപ്പോൾ ഞങ്ങൾ കുറേ മാത്രം അത്തരം ഒരു ഇടത്തരം അന്നത്തെ നോവലിസ്റ്റുകളുടെ കൊണ്ട് നോവൽ എഴുതിച്ച നമുക്ക് തുടങ്ങിയാലെന്താ എന്ന് തീരുമാനിക്കും. അങ്ങനെയാണ് കുമാരി തുടങ്ങിയത്. അപ്പം അന്ന് മലയാളത്തിലെ പല ആളുകളും എഡിറ്ററാവാൻ നടന്നു.
അപ്പോൾ കൃഷ്ണസ്വാമിട്ടിയാർ പറഞ്ഞു അതൊന്നും വേണ്ട, അതെനിക്ക് ഇവിടെ ഒരു പയ്യനുണ്ട്, അത് മതി എന്ന് പറഞ്ഞു. എൻ്റെ പേര് തന്നെ വെച്ചു. അങ്ങനെ കുമാരിയിലും എഡിറ്ററെന്ന് എൻ്റെ പേര് വെച്ചു. ഞാനത് എതിർത്തെങ്കിലും. അപ്പം എൻ്റെ സബ് എഡിറ്റർമാരായിരുന്നു നമ്മുടെ നളിനി ബൈക്കർ, എഴുത്തുകാരി നളിനി ബൈക്കർ, വിനീത മേനോൻ, നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ നോക്കുന്ന ആർ പൗത്രൻ, ഇവരെല്ലാവരും ഒന്ന് നമ്മുടെ കൂടെ സബ് എഡിറ്റർമാരായിരുന്നു. ഞങ്ങൾ നല്ല രീതിയിൽ നടത്തി. പൗത്രൻ കുറച്ചുകൂടെ, പൗത്രൻ ഇതൊക്കെ നോക്കി കാര്യം കണ്ട് നടത്തിയോളൂ. ഞാൻ കേരളത്തിൽ ഒന്നും നടക്കുമ്പോൾ പൗത്രൻ ഇത് അങ്ങനെ. എന്തായാലും ആ കുമാരിയും ഭാഗ്യത്തിനങ്ങ് വളർന്നു. അത് വലിയൊരു ഇവരുടെ ഈ സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക നിലനിൽപ്പിന് വളരെ ഉപകരിച്ചു. അത് വെറും നിലവാരം കുറഞ്ഞ നോവലല്ല കൊടുത്തത്. അപ്പോൾ അതിനകത്ത് ഞാൻ എഴുതിയ നോവല കൂട്ടിനുള്ളെങ്കിൽ പേര് കേൾക്കുമ്പോൾ തോന്നുന്ന ഒരു ഇളകടി. യഥാർത്ഥത്തിൽ അത് പൊളിറ്റിക്സാണ്. ഈ നമ്മുടെ ഗവൺമെൻറ് ഓഫീസുകളിൽ നടക്കുന്ന ചില പൊളിറ്റിക്സാണ് ഞാൻ ഈ കൂട്ടിനുള്ളെങ്കിൽ എന്നും പറഞ്ഞ് ഞാൻ എഴുതിയ നോവല. അത് നല്ല രീതിയിൽ പോയി. അപ്പോൾ പിന്നെ വേറെ എഴുതണമെന്നായി. അങ്ങനെ നിർബന്ധത്തിൽ വഴങ്ങി ഞാൻ കുറേ നോവലുകൾ കുമാരി വാരിക എഴുതി, കേരള ശബ്ദത്തിൽ എഴുതി. അത് എങ്ങനെയോ കുറേ ആളുകൾ അതിൽ കേരള ശബ്ദത്തിൽ ഒറ്റയെന്ന് പറയുന്ന നോവൽ എഴുതി. അത് നന്നായിട്ട് ക്ലിക്ക് ചെയ്തു. ഉടനെ അത് IV ശശി സിനിമയാക്കി. അതിൻ്റെ ഇടനിലക്കാരെ എൻ്റെ അടുക്ക വന്നത് നമ്മുടെ മലയാള നാട്ടിലെ SK നായരാണ്. അദ്ദേഹം വന്ന് എന്നെ അവരെ കൂട്ടിമുട്ടിച്ച് അങ്ങനെ അവർ സിനിമയാക്കി. അത് കഴിഞ്ഞ് കൂട്ടിനുള്ളംകളി എന്ന് പറഞ്ഞ വിജയ മൂവീസ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കൂട്ടിനുള്ളംകളി മമ്മൂട്ടിയുണ്ട്. പിന്നെ കണ്ടറിഞ്ഞു എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അതൊക്കെ എല്ലാം സൂപ്പർ ഹിറ്റുകളായിരുന്നു. കണ്ടറിഞ്ഞതിൽ അന്നത്തെ കാലത്ത് ഈ പ്രധാന നായകന്മാർ അങ്ങനെ ഈഗോ ഉള്ള കാലമാണല്ലോ. ആരും ഒരാൾക്ക് ചെറുതല്ലല്ലോ. മമ്മൂട്ടി, മോഹൻലാൽ, പിന്നെ വേറൊരു റഹ്മാൻ, 3 പേരും അങ്ങനെ ഭയങ്കര സൂപ്പറായി നിൽക്കുന്ന കാലമാണ്. ഇവർക്ക് 3 പേർക്കും നായകസ്ഥാനം വേണം, കൊടുക്കാതിരിക്കാൻ പറ്റില്ല. 3 പേര് നായകന്മാരാക്കി ഞാനൊരു കഥ എഴുതി. അതാണ് കണ്ടറിഞ്ഞു. അത് സൂപ്പർ ഹിറ്റായി. അതിനകത്താണ് ഈ മേലേ മാനത്ത് എന്ന് പറയുന്ന ഒരു മദ്യമൊക്കെ അടിച്ചു വയ്ക്കുന്ന ഒരു പാട്ടൊക്കെ ഉള്ള. അതൊക്കെ നല്ല സാധാരണ ഇടത്തര ഒരു തറ ഫിലിമുകളല്ല. ഇതൊന്നും തന്നെ നിലവാരം കുറഞ്ഞ ഫിലിമുകളല്ല. പക്ഷേ സാധാരണ ആളുകൾക്ക് രസിക്കാൻ പറ്റിയ, കുടുംബ സദസ്സിന് കാണാൻ പറ്റിയ രീതിയിലുള്ള സാജൻ എന്ന് പറയുന്ന ആളാണ് സംവിധാനം. അങ്ങനെ പിന്നെ നമ്മുടെ മണി എറണാകുളത്ത്, തിരുവനന്തപുരത്ത്, അത് പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് എന്തോ എനിക്കറിയാൻ വയ്യ. ഇതിൻ്റെ തിരക്കഥയൊന്നുമില്ല. എനിക്കതല്ലാതെ നമ്മൾ ഈ പത്രാധിപരായതുകൊണ്ടൊരു ക്രെഡിറ്റ് ഉണ്ടായിരുന്നു. വേറെ ഒരു സാധാരണ ഇതെന്നുള്ള ഇതിലല്ല. പത്രാധിപർ എന്നുള്ള നിലയിൽ അവരെനിക്കൊരു ഗൗരവമൊക്കെ തരുക, നല്ല രീതിയിലൊക്കെ പെരുമാറിയൊക്കെ മദ്രാസൊക്കെ പോയിട്ടുണ്ട്. അതിൽ തിരക്കഥ ഞാനിതിൻ്റെ എല്ലാം യഥാർത്ഥത്തിൽ ഡയലോഗ് ഒഴിച്ചു ബാക്കിയെല്ലാം ഞാൻ തന്നെ ചെയ്ത് കൊടുക്കും. പിന്നെ വേറെ അവർ SN സ്വാമിയൊക്കെ ചെയ്തു. പിന്നെ പ്രേംനസീറിന് വേണ്ടി ഞാനൊരു കഥ എഴുതി, താളം മനസ്സിൻ്റെ താളം എന്ന് പറഞ്ഞു. അത് കേരള ശബ്ദത്തിൽ എവിടെയോ ഒരു ദുഃഖം എന്ന് പറഞ്ഞൊരു ഞാനൊരു നോവൽ എഴുതിയിരുന്നു. അതും ഹിറ്റായിരുന്നു. ആദ്യ സിനിമ തന്നെ ഹിറ്റായിരുന്നു. ആരും ഒരു പരാജയപ്പെട്ടില്ല, ഒന്നും പരാജയപ്പെട്ടില്ല. പിന്നെ എന്തോ ഇല്ല, ഉണ്ട്, ഭയങ്കര ബന്ധമുണ്ട്. ഭയങ്കര സ്നേഹിതനായിരുന്നു ഞാനുമായിട്ട്. അത് ഭയങ്കര അടുപ്പമാണ്. ഇതുപോലെ ഇതില്ല എല്ലാവരും പറയുന്നതല്ല. നല്ല മനുഷ്യനെന്നൊക്കെ നമ്മൾ പറയുന്നത് അത് അനുഭവിച്ചെങ്കിലേ ഒക്കൂ. നല്ല മനുഷ്യൻ തന്നെ. അതൊക്കെ ഒരു നൂറ്റാണ്ടുകൾ തികയുമ്പോൾ ജനിക്കുന്ന മഹാന്മാരിൽ പെടുന്നതാണ് പ്രേംനസീർ. അഭിനയം എന്തോ ആയിക്കോട്ടെ, എന്നാ പെരുമാറ്റമാണ്, എന്തൊരു പണം ആളുകൾക്ക് കൊടുക്കുന്നതൊക്കെ എന്തോ ഒരു മഹത്വമാണ്. എല്ലാ അർത്ഥത്തിലും മഹത്വമുള്ള ആളായിരുന്നു നസീർ. പിന്നെ അവർക്ക് ഈഗോ ഇല്ലല്ലോ. ഈ നസീറിനും നമ്മുടെ അന്ന് സത്യനും ഒന്നും ഒരു ഈഗോ ഇല്ല. ഒരാൾ ചെറിയ റോൾ എടുക്കും, ഒരാൾ വലിയ റോൾ, അവർക്ക് അങ്ങനെയുള്ള ഒരു കുഴപ്പമില്ലായിരുന്നു. അതൊരു നല്ല കാലമായിരുന്നു യഥാർത്ഥത്തിൽ. ഈ സ്വഭാവത്തിൽ എല്ലാവരും നിറഞ്ഞ മനസ്സുള്ള ആളാണ്. പിന്നെ ചിലരൊക്കെ മദ്യപത്തിന് ഒരുപാട് കീഴ്പ്പെടും. പിന്നെ ഈ ബലൂൺ എന്ന് പറയുന്ന സിനിമ എൻ്റെ പുത്തൂരിൽ വെച്ചാൽ എൻ്റെ യഥാർത്ഥ ആൾ ഞാനാ, രവിഗുപ്തൻ നമ്മളെടുത്ത നാനക്കാരെടുത്ത. അതിനാളാണ് നമ്മുടെ മുകേഷിനെ ആദ്യം കൊണ്ടുവന്ന്, മുകേഷിനെയും പിന്നെ കൊട്ടാരത്തിൽ നിറമാളെ, ഇവരെയൊക്കെ അഭിനയിക്കാനുള്ള കാരണക്കാരൻ ഞാനാ. അതിൽ ആ പെണ്ണിനൊക്കെ അതറിയാം, പെണ്ണൊക്കെ സമ്മതിക്കും. അതാണ് റെഡിയാരോട് ഞാനാ പറഞ്ഞ് ഇവരിരിക്കട്ടെ. അന്ന് ഇവർ കൊച്ചു ചെറുപ്പക്കാരാണ്.
അങ്ങനെ അത് വലിയ കുഴപ്പമില്ലാതൊക്കെ പോയി. പിന്നെ എനിക്ക് മറക്കാൻ കഴിയാത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാനും EK നായനാരും EMS ഒക്കെ ആയിട്ടുള്ള ബന്ധങ്ങളാണ്. അത് വളരെ നല്ല ബന്ധമായിരുന്നു. ആവശ്യത്തിൽ കവിഞ്ഞുള്ള ബന്ധമൊന്നുമില്ല. ഒരു പത്രപ്രവർത്തകനും നല്ല രാഷ്ട്രീയ നേതാക്കന്മാരും തമ്മിലുള്ള ഒരു സൗഹൃദം എന്നുള്ള നിലയിലായിരുന്നു. ഒരിക്കൽ എന്നെ ഡൽഹിയിൽ നിന്ന് ഇടമറുകൻ, നമ്മുടെ ഡൽഹി ലേഖനായിരുന്നല്ലോ, ഇടമറുകൻ എന്നോട് വിളിച്ചു പറഞ്ഞു, അവിടെ പ്രശസ്തമായ ഒരു ഇംഗ്ലീഷ് പ്രസിദ്ധീകരണശാല നമ്മൾ ഇങ്ങനെ ആത്മഹത്യ എഴുതുന്നുണ്ട്, അതുകൊണ്ട് അത് നമുക്കൊന്ന് പ്രസിദ്ധീകരിച്ചാലെന്താ എന്ന്, മലയാളത്തിൽ നമുക്ക് കൊടുത്താലെന്താ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ക്ലിക്ക് ചെയ്തു. ഞാൻ പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ 2 ദിവസം കഴിഞ്ഞ് അന്ന് നമ്മളെ C. ഭാസ്കരൻ, അതിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്നു നമ്മളെ SFIയുടെയൊക്കെ, C. ഭാസ്കരൻ കേരളത്തിൽ സ്ഥിരം വരുമായിരുന്നു. അങ്ങനെ C. ഭാസ്കരൻ്റെ നിരവധി ലേഖനങ്ങളൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു. അപ്പോൾ ഭാസ്കരൻ ഒരു ദിവസം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു കാര്യം കേട്ട് അറിഞ്ഞോ? അയ്യോ ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. എന്നാ ഉണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഭാസ്കർ ഒരു കാര്യം ചെയ്യാമോ, നമുക്ക് കല്യാശ്ശേരി വരെ പോകാം, അതിനുള്ള പരിപാടി ശരിയാക്കാം. അത് ഞാൻ ഏറ്റു എന്ന് പറഞ്ഞു. ഭാസ്കരൻ ആ ഭാഗത്തുള്ള ആളാണ്. അങ്ങനെ ഭാസ്കരൻ ഇദ്ദേഹത്തെ വിളിച്ചു പറയുന്നു, എന്നാൽ വരട്ടെ പഴയ നമ്മുടെ പ്രഭാകരനില്ലേ, വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഡോക്ടർ രാധാകൃഷ്ണനും ഒരു ഫോട്ടോഗ്രാഫറും ഭാസ്കരനും കൂടെ നേരെ കണ്ണൂർ ചെല്ലുന്നു. കണ്ണൂർ ചെന്നിട്ട് പാർട്ടി ഓഫീസിൽ പോയി. ആദ്യം പാർട്ടി ഓഫീസിൽ ചെന്നപ്പോൾ അന്ന് അവിടുത്തെ പാർട്ടി സെക്രട്ടറി അത് തന്നെ ചട അപ്പം അദ്ദേഹം ഇരിക്കാൻ പറഞ്ഞു. വലിയ കാര്യമായിട്ടൊക്കെ സംബന്ധിച്ച് കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യത്തിനാണ്. അതിപ്പോൾ അദ്ദേഹം ഫോൺ വിളിച്ച് എൻ്റെ കയ്യിൽ തന്നു. ഉടനെ ഒരൊറ്റ ചൂടാവെക്കും. എന്നെ അറിയാം, നീയൊക്കെ എന്തുകൂടാ തോന്നുമ്പോൾ വന്നാൽ എന്നെ കാണാൻ വെക്കുമെന്നാണോ നിൻ്റെയൊക്കെ ധാരണ? നീ എന്തുകൂടാ ഇങ്ങനെ പൊടുന്നിനെ ഇങ്ങോട്ട് വന്നിട്ട് ഇതാന്നൊക്കെ പറയുന്നത്, ഇപ്പോഴേ എനിക്ക് കാണാനൊന്നും പറ്റത്തില്ല എന്നും പറഞ്ഞ് ഫോൺ തക്കെ നിങ്ങൾ താഴെ വെച്ചു. അപ്പോഴേ അങ്ങേര് ചിരിക്കുന്നുണ്ട്, ചടയൻ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. ആണ് അദ്ദേഹത്തിൻ്റെ രീതികളറിയാം, എനിക്ക് അത്രയും രീതികൾ അറിയത്തില്ല. അപ്പം ഞാനങ്ങ് ഭയങ്കര നിരാശയായി. ഉടനെ ആ ചടയൻ എന്നോട് ചോദിച്ചു, നിരാശയായി അല്ലേ, ചൂടായി അല്ലേ? സാരമില്ല, നോക്കിക്കോ എന്ന് പറഞ്ഞു. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് ഫോൺ വിളിക്കുന്നു. ആ ഡോക്ടറും പ്രഭാകരനും ഒക്കെ ഉണ്ടോ അവിടെ എന്ന് ചടയത്തിനോട് ചോദിച്ചു. ഉണ്ട്. ഉടനെ ഫോൺ എൻ്റെ തന്നു. ഉടനെ പറഞ്ഞു, പിന്നെ ഒരു കാര്യം ചെയ്തു, നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടി ഇവിടെ വന്നതല്ലേ, ഇനിയിപ്പം നാളെ പോയാൽ മതി. ഇവിടെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കാൻ നാളെ രാവിലെ അങ്ങ് വരണം, എൻ്റെ വീട്ടിൽ കല്യാശ്ശേരി വരണം എന്ന് അദ്ദേഹം അങ്ങ് പറയുക. പിന്നെന്തുവാ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ കടൽ തീരത്ത് ഒരു ഹോട്ടലിൽ ഞങ്ങളെല്ലാം കൂടെ കൂടി പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ നേരെ കല്യാശ്ശേരിക്ക് ചെല്ലുന്നു. കല്യാശ്ശേരിക്ക് അങ്ങോട്ട് പോകുമ്പോഴൊക്കെ തന്നെ ഈ നമ്മുടെ ഈ K. കരുണാകരൻ്റെ ചേട്ടൻ്റെ വീട് അവിടെ കണ്ട അത്, ആ വീട്, അങ്ങനെ പല വീടുകളും, KPRൻ്റെ വീട് ഒക്കെ ഇവൻ എന്നെ കാണിച്ചു, ഭാസ്കരൻ എന്നെ കാണിച്ചു. KPRൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു വീട്, വേറൊരു ഒരു മണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു വീടാണ് KPR ഗോപാലൻ്റെ വീട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഞാൻ അവിടെ ചെന്നു. രാജകീയ സ്വീകരണമായിരുന്നു, ഭയങ്കരമായിട്ട്. ഞാൻ അവിടെ ഇരുന്ന സർവ്വ പടവും ഇങ്ങ് തപ്പി. ഒരു പടമല്ല, എല്ലാ പടവും. അദ്ദേഹം ജീവിതത്തിൽ എന്തെല്ലാം പഴുന്നു ആ പടം എല്ലാം ഞാൻ തപ്പിയിട്ട് ഒരു വലിയ കെട്ടായി പൊതിക്കെട്ടാക്കി വെച്ച് ഞാൻ ഉച്ചയൂണുമൊക്കെ കഴിഞ്ഞ് കാര്യമൊക്കെ പൊളിറ്റിക്സും എല്ലാം പറഞ്ഞ് ഇതിന് സമ്മതിപ്പിച്ചിട്ട് ഇത് കൊടുത്തോളാൻ പറഞ്ഞു. പടവട്ട് ഗംഭീരമായി കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ റോഡിലൂടെ ഇറങ്ങുമ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അങ്ങേപ്പുറത്ത് എൻ്റെ ഭാര്യയുടെ അമ്മാവനുണ്ട്, ശാരദ ടീച്ചറുടെ അമ്മാവനുണ്ട്, KPR, അദ്ദേഹത്തെ കൂടെ ഒന്ന് കണ്ടിട്ട് പോകണം പാൻ എന്നോട്. അന്ന് രണ്ടുപേരും പൊളിറ്റിക്കലായിട്ട് ഇതാണല്ലോ.
അപ്പോൾ അതിന് എനിക്ക് തോന്നി KPR തൂക്കിക്കൊലയുടെ പക്കത്ത് നിന്ന് രക്ഷപ്പെട്ട ആളല്ലേ, അതുപോലെ ഐഡിയ ആയിട്ട് തോന്നി. അങ്ങനെ ഞാനും ഭാസ്കരനും എല്ലാവരും കൂടെ നേരെ KPRൻ്റെ വീട്ടിൽ ചെല്ലുന്നു. KPRൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ കാണുന്ന ഒരു രംഗം എന്ന് പറഞ്ഞാൽ ഒരു 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 എനിക്ക് തോന്നുന്ന മണ്ണുകൊണ്ടോ കല്ലുകൊണ്ടോ അങ്ങോട്ട് ഒരു സാധാരണ കല്ലുകൊണ്ടോ ഉണ്ടാക്കിയ ഒരു മതിൽ പോലൊരു സാധനം, ഒരു അരമതിൽ പോലെ. അതിൽ ആശാൻ ഒരു പാത്രത്തിൽ ഇങ്ങനെ തണുത്ത കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നോട് പറയുകയാണ്, ഇത് പഴങ്ങിഞ്ഞിയാ, അല്പം കഴിക്കുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഭാസ്കരൻ പറഞ്ഞു അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞിട്ട് തലയിലൊരു ഈ തുണിയൊക്കെ കെട്ടി ശരിക്കും ഒരു കർഷകനെ പോലെ അവിടെ വന്നിരുന്നു. ഞങ്ങളോടൊക്കെ ഒത്തിരി വർത്തമാനമൊക്കെ പറഞ്ഞു, ചൈനയിൽ പോയിട്ട് വന്നിരിക്കാൻ എന്നൊക്കെ പറഞ്ഞു. ഞാൻ അന്തം വിട്ടുപോയി. ഇത്രയും വളരെ സ്മോളായ ഒരു രീതിയിൽ അദ്ദേഹം താമസിക്കുന്നു എനിക്ക് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. KPRനെ പോലുള്ള ഒരു മഹാനായ ഒരു രാഷ്ട്രീയ നേതാവ് ഈ നിലയിലാണോ ഒരു കാലഘട്ടത്തിൽ കണ്ണൂരിൻ്റെ രാഷ്ട്രീയത്തിൽ എന്തൊക്കെ ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള ആളാണ് എന്നൊക്കെ തോന്നി. അപ്പം മൊത്തത്തിൽ സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് പോലെ തോന്നി. അപ്പോൾ ഞാൻ പതുക്കെ ഇവരെ ഭാസ്കരനും ഇദ്ദേഹം കൂടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഡോക്ടറെ അങ്ങോട്ട് വിളിച്ച് ഞാൻ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും കൊടുത്താലെന്താണെന്ന് ചോദിച്ചു. ഉടനെ ഞാൻ അങ്ങനെ പറഞ്ഞു, അയ്യോ വാങ്ങിക്കത്ത് പോലുമില്ല, കൊടുത്താൽ നമ്മളെ ചീത്ത വിളിച്ചു വിടും എന്നുള്ള രീതി പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്കൊരു ലേഖനങ്ങൾ ആവശ്യപ്പെടാം. അങ്ങനെ പിന്നെ ഭാസ്കരനോട് പറഞ്ഞിട്ട് ലേഖനം ആവശ്യപ്പെടണമെന്ന് പറഞ്ഞ് ഞങ്ങൾ അദ്ദേഹത്തിന് ഒരു തുക കൊടുത്ത് അത് വാങ്ങിച്ചു. അങ്ങനെ ഇവിടെ വന്നിട്ട് ഇതെല്ലാം കൂടെ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പടങ്ങളും എല്ലാം മറ്റേ EK നായനാരുടെ പടങ്ങളും എല്ലാം വെച്ചിട്ട് അതിഗംഭീരമായിട്ട് കേരള ശബ്ദത്തിൽ അത് കൊടുക്കുകയും അത് ഭയങ്കരമായിട്ട് ക്ലിക്ക് ചെയ്തു. ആ കാലത്ത് ഏറ്റവും കൂടുതൽ പ്രസിദ്ധീകരണങ്ങളിൽ ഇതുപോലൊരു പൊളിറ്റിക്കൽ വാരികയിൽ വായിക്കപ്പെട്ട ഒന്നായിരുന്നു നായനാരുടെ ആത്മകഥ. പിന്നെ അതിൻ്റെ കുറേ ഭാഗം പിന്നീടും കൊടുത്തു. അങ്ങനെ നായനാരുമായിട്ട് എനിക്ക് നല്ലൊരു അടുപ്പമുണ്ടായിരുന്നു. പിന്നെ അതുപോലെ പിന്നെ ഒരുപാട് പേരുടെ ആത്മകഥകളും അത് കൊടുത്തിട്ടുണ്ട്. ഖാലിദിൻ്റെ നോവലുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ നോവലില്ലാതെ വരുന്നു. കേരള ശബ്ദത്തിൽ കൊള്ളാവുന്ന ഒരു നോവൽ കൊടുക്കാനില്ല. അപ്പം ഞാനൊരു നോവൽ നേരത്തെ എഴുതി വെച്ചിരുന്നു. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 2064 പിരിഞ്ഞതിൻ്റെ ആ കഥയെല്ലാം കൂടെ വെച്ചുകൊണ്ട് AKG ഒക്കെ കഥാപാത്രമാക്കി വെച്ചുകൊണ്ട് ഞാൻ ഒരു നോവൽ എഴുതിയിരുന്നു. എങ്ങോ വഴിതിട്ട് യാത്രക്കാരെന്നാണ്. കാരണം ഈ പാർട്ടി അന്ന് 2 തിരിഞ്ഞപ്പോൾ അതിനെ പറ്റി ഒരു പേര് ഞാൻ കണ്ട, എവിടെയോ ആർക്കോ വഴിതെറ്റി എന്നുള്ള ഒരു രീതിയിൽ പേരങ്ങനെ ഇട്ട് അത് പി ഗോവിന്ദപിള്ള വായിച്ചു. കേരള ശബ്ദത്തിൽ ഒന്ന് EMS വായിച്ചു. കോളാടി ഗോവിന്ദൻകുട്ടി വായിച്ചു. EMSൻ്റെ മോൻ വായിച്ചു. അവർക്കെല്ലാം ഭയങ്കര ഇഷ്ടമായി. കാരണം അന്നൊരു പ്യുവർ പൊളിറ്റിക്കൽ നോവൽ എന്നുള്ള രീതിയിൽ അന്ന് വളരെ കുറച്ച് പേരുള്ളൂ. പക്ഷേ അത് നന്നായി വായിക്കപ്പെടുകയും ചെയ്തു. അത് കേരള ശബ്ദത്തിൻ്റെ വായനക്കാർ ഒരുപാട് വളർത്തി. അങ്ങനെയാണ് അന്ന് അനിയനാണ് EMSൻ്റെ മകൻ അനിയനാണ് ചിന്തയുടെ മാനേര്. അങ്ങനെയാണ് അവർ ഈ നോവൽ പ്രസിദ്ധീകരിക്കുന്നത് 80. അത് നന്നായി പോയി. അപ്പോൾ ഞാനൊരു വീട് വെച്ചപ്പോൾ നമ്മുടെ ബാബു അദ്ദേഹം ദേശാഭിമാനിയിലെ സ്റ്റാഫായിരുന്നു തോന്നുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു 3000 രൂപ എനിക്ക് കൊടുത്തയച്ച് അറസ്റ്റ് ബാബു അത് കൊടുത്താൽ മതി. അപ്പോൾ എനിക്ക് കൊണ്ട് തരികയൊക്കെ ചെയ്തു. അങ്ങനെ അവിടെയാണ് യഥാർത്ഥത്തിൽ സീരിയസ് ആയി മുമ്പേ എഴുതുമെങ്കിൽ പോലും സീരിയസ് ആയി ലിറ്ററേച്ചർ എഴുതി തുടങ്ങിയത് അന്ന് മുതലാണ്. അത് പിന്നെ ഞാൻ പ്രിയപ്പെട്ട മണ്ണേ എന്ന് പറഞ്ഞിട്ട് അതും പൊളിറ്റിക്സാണ്, പൊളിറ്റിക്കലായ ഒരു നല്ല, അതും ഒരുപാട് ആളുകൾ വായിക്കും. പിന്നെ സാധാരണ വായനക്കാർക്ക് വായിക്കത്തക്ക രീതിയിലുള്ള ചില കൂട്ടനകളി കണ്ടുകൊണ്ടിറങ്ങി. ഇതിനിടയ്ക്ക് ഞാൻ ഒരു കുട്ടിയൊക്കെ വേണ്ടിയുള്ള ഒരുപാട് പുസ്തകങ്ങൾ എഴുതി. അതൊക്കെ അക്ബർ എന്ന് പറയുന്നൊരു പുസ്തകം, പിന്നെ ഈ ശാസ്ത്രവീതിയിലെ നാഴികക്കല്ലുകൾ, പേരുകേട്ട യാത്രകൾ. ഈ പേരുകേട്ട യാത്രകളൊക്കെ ഒരുപാട് കോപ്പികൾ വിറ്റഴിഞ്ഞു പോവുകയും ഈ നമ്മുടെ ഈ ഇവരുണ്ടല്ലോ ലൈബ്രറി കൗൺസിൽ അത് വായനാ മത്സരത്തിനൊക്കെ വയ്ക്കുകയൊക്കെ ചെയ്തു. നല്ല ഒരുപാട് പേരത് വായിക്കുകയൊക്കെ ചെയ്ത പുസ്തകങ്ങളാണ്. ഒരു 5-6 എഡിഷനൊക്കെ അടിച്ചിട്ടുണ്ട് ആ പുസ്തകം. അങ്ങനെ പിന്നെ സിനിമയും ഇത്
പിന്നെ ഇപ്പോഴും ഒരു പുസ്തകം NBS ഇറക്കിയായിരുന്നു. NBS ഇറക്കി. പിന്നെ തൃശ്ശൂർ കറണ്ട് ബുക്സ് ഒരു നോവൽ ഇറക്കിയായിരുന്നു. NBS ഒരു നല്ല പുസ്തകം ഇറക്കി. ഇതാണ് ഇത് പത്രപ്രവർത്തനം തൊഴിലും കലയും. അത് ഈ പത്രപ്രവർത്തനം തൊഴിലായിട്ട് ആദ്യമായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് നല്ലൊരു പുസ്തകമാണ്. കാരണം അതിൻ്റെ എല്ലാ രീതിയും മനസ്സിലാകുന്ന രീതിയിലുള്ള നല്ലൊരു പുസ്തകം. ഇത് NBS ആണ്, സാഹിത്യ പ്രചാരണ സംഘമാണ് ഇറക്കിയത്. അത് നല്ലതുപോലെ ഇത് വിറ്റുപോവുകയും ഒക്കെ ചെയ്തു ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഞാൻ എൻ്റെ ഇത്രയും കാലത്തെ 60 വർഷത്തെ എൻ്റെ ജീവിതാനുഭവങ്ങളെല്ലാം കൂടെ വെച്ചിട്ട് ഇങ്ങനെ 60 വർഷക്കാലത്തെ ജീവിതാനുഭവങ്ങൾ വെച്ചുകൊണ്ട് നിരവധി സംഭവങ്ങൾ, ഞാനും സിനിമയുമായിട്ടുള്ള സംഭവങ്ങൾ, സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആളുകളുടെ ചെറിയ ചെറിയ ലൈഫ് ഹിസ്റ്ററികളുടെ അവരുടെ അനുഭവങ്ങൾ, പിന്നെ പൊളിറ്റിക്കലായ കേരളത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ, സാഹിത്യപരമായി നടന്നിട്ടുള്ള സംഭവങ്ങൾ, ഇതിലൊക്കെ ഞാൻ സാക്ഷിയായിട്ടുള്ളത്. പിന്നെ ഇന്ത്യയിലെ ഏതാണ്ട് ഒട്ടുമിക്ക ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒട്ടുമിക്ക ഉന്നത നേതാക്കന്മാരുമായി ഞാൻ ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ആ ഇൻ്റർവ്യൂ, അതായത് രാജേശ്വർ റാവു, മധുലിമായ, അങ്ങനെ എല്ലാ ആളുകളുമായി അതിൻ്റെ എല്ലാം ഒക്കെ വെച്ചുകൊണ്ട് ഞാൻ എഴുതിയൊരു പുസ്തകമാണ് ഈ ഓർമ്മപ്പെട്ടി. അതിപ്പോൾ ആളുകൾ നന്നായിട്ട് അത് സ്വീകരിച്ചിട്ടുണ്ട്, നന്നായിട്ട് പോകുന്നു. അത് ഞാൻ തന്നെയാണ് ഇറക്കിയത്. അതിന് പല കാരണങ്ങളുമുണ്ട്. കാരണം നമ്മളിത് ഇറക്കുമ്പോൾ നമ്മുടെ വേറെ ചില കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ തന്നെ അങ്ങ് ഇറക്കിയത്. നന്നായിട്ട് പോയി. പിന്നിടയ്ക്ക് യാത്ര, എന്നെ സോവിയറ്റ് റഷ്യ എന്നെ ഒറ്റയ്ക്ക് ഇന്ത്യയിൽ നിന്ന് എന്നെ മാത്രം പത്രപ്രവർത്തനം 86 എന്നെ സോവിയറ്റ് റഷ്യയിലേക്ക് ക്ഷണിച്ചു. അന്ന് പ്രവർത്തനങ്ങളെല്ലാം ഞാൻ ഈ പറഞ്ഞ എനിക്കൊരു പരിചയമില്ല. എംബസി എന്നെ വിളിക്കുകയാണ്. അങ്ങനെ ഞാൻ ഒറ്റയ്ക്കൊരു സോവിയറ്റ് യാത്രയെന്നും പറഞ്ഞ് ഞാനത് പറ്റി എഴുതിയിട്ടുണ്ട്. അങ്ങനെ എന്നെ ഒറ്റയ്ക്ക് കൊണ്ട് പോയപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എനിക്ക് നേരിടുന്നു. കാരണം എനിക്ക് ആരുമായിട്ടൊന്നും സംസാരിക്കാൻ വയ്യ. റഷ്യയിൽ ഭാഷാപരമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവിടെ ചെന്നു. എന്തായാലും ഒരു 30 ദിവസത്തോളം റഷ്യയിൽ എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞു. റഷ്യ ഒരു കാലഘട്ടത്തിൽ റഷ്യ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഭാവനയിൽ നിന്നും അതീതമായ വളർച്ചയാണ് എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. ഞാൻ സാമ്പത്തിക വളർച്ചയെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. കലാപരമായ സാംസ്കാരികമായ വളർച്ച എന്നൊക്കെ പറഞ്ഞാൽ അത്യുജ്വലമായിട്ടാണ് എനിക്കന്ന് കാണുന്നത്. അപ്പോൾ അവിടെ ഞാൻ കൗനസ് തുടങ്ങിയ നഗരങ്ങളിൽ പോയി, വിൽന്യൂസ് എന്ന് പറയുന്ന നഗരത്തിൽ പോയി, പിന്നെ പീറ്റേഴ്സ്ബർഗിൽ പോയി. പീറ്റേഴ്സ്ബർഗിൽ ലോക പ്രശസ്തമായ ഈ കലാകേന്ദ്രം ഉണ്ട്, ലോകത്തെ ഏറ്റവും വലിയ കലാകേന്ദ്രം, ചിത്രങ്ങളുമെല്ലാം പ്രശ്നം, അവിടെ പോയി. പിന്നെ ഏറ്റവും വളരെ രസകരമായി ഡെവിൾസ് മ്യൂസിയം എന്നും പറഞ്ഞൊരു മ്യൂസിയത്തിൽ പോയി. അപ്പോൾ ആ ലോകത്തുള്ള പിശാചുക്കളുടെ എല്ലാം കൂടെ ശേഖരമുള്ള ഒരു മ്യൂസിയമാണ്. അത് വളരെ രസകരമായിരുന്നു. കൗനസ് എന്ന് പറയുന്ന നഗരത്തിലാണ്. അവിടെ കണ്ട ഏറ്റവും രസകരമായ ഒരു കാര്യം, ഓരോ രാജ്യത്തെ പ്രതികരിക്കുന്ന ഡെവിൾസിനെ അവിടെ വെച്ചിട്ടുണ്ട്. അത് ഇന്ത്യയെ പ്രതികരിക്കുന്ന ഡെവിളായിട്ട് വെച്ചിരിക്കുന്ന നമ്മുടെ ഹനുമാനെയാണ്. ആക്ച്വലി ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഹനുമാൻ ദൈവമാണ്. ഇന്ത്യ രാമനെ പോലെ ബഹുമാനിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ അവരോട് എന്ന് പറഞ്ഞത് ഭയങ്കര ദയനീയമാണ്, നിങ്ങൾ ഞങ്ങളെ ഇങ്ങനെ ആക്ഷേപിക്കുന്നത് ശരിയായില്ല ഇന്ത്യക്കാരെ, ഇത് ഞങ്ങളുടെ ദൈവമാണ് എന്ന് പറഞ്ഞ് ഞാനത് തിരുത്തിച്ചു. അതുകൂടാതെ വിൽന്യൂസ് യൂണിവേഴ്സിറ്റിയിൽ പോയപ്പോൾ എനിക്ക് ഭയങ്കരമായ ഒരു അത്ഭുതം എനിക്ക് തോന്നി. അത് ഏഷ്യയിലല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലൈബ്രറികളിലൊന്നാണ് വിൽന്യൂസ് യൂണിവേഴ്സിറ്റി ലൈബ്രറി. ഞാൻ അവിടെ ചെന്നപ്പോൾ നമ്മുടെ SK പൊറ്റക്കാടിൻ്റെ യാത്രാവിവരണം ഇരിപ്പുണ്ട്. അതിലേറ്റവും വലിയൊരു രസം, അതിൻ്റെ ലൈബ്രറിയൻ SK പൊറ്റക്കാടിനെ അറിയും. അതിൻ്റെ ഇത്രയും വലിയൊരു മനുഷ്യനെ നിങ്ങളറിയുന്നേക്കാളും ലോകം അറിയുമെന്ന് പറഞ്ഞ് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് രസകരമായ അനുഭവം ആ യാത്രയുണ്ട്. പിന്നെ ഗൾഫ് രാജ്യങ്ങളിൽ എല്ലാ രാജ്യങ്ങളിലും പോയിട്ടുണ്ട്, എല്ലായിടത്തും പോയിട്ടുണ്ട്. അത് ഞാനും NV സാറും വൈക്കവും കൂടെയാണ് പോയത്. അത് ഭയങ്കര രസകരമായ അനുഭവമായിരുന്നു. വൈക്കവും NVയും ഞാനും ഡോക്ടർ രാധാകൃഷ്ണനും തമ്മിലുള്ള ഒരുമിച്ചുള്ള യാത്ര. അപ്പോൾ
ഇപ്പോൾ എൻ വി കൃഷ്ണവാരുടെയും വൈക്കം ചന്ദ്രശേഖരന്മാരുടെയും മറ്റു പൊതുജനം കണ്ടിട്ടില്ലാത്ത വളരെ നല്ല കുറേ മുഖങ്ങൾ, വളരെ നല്ല രസകരമായ മുഖങ്ങൾ, അവരൊരുപാട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. അതിനൊക്കെ സാക്ഷിയാകാൻ എനിക്ക് കഴിയും. തന്നെയല്ല, കേരളത്തിലെ മഹാരാജന്മാരായ 2 പത്രാധിപന്മാർക്കൊപ്പം സഞ്ചരിക്കാൻ ഭാഗ്യം കിട്ടിയെന്ന് പറയുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ജീവിതം അന്വർത്ഥമായി എന്ന് വിചാരിക്കാം. നമ്മൾ വലുതായിട്ടൊന്നും നേടിയിട്ടില്ല, പക്ഷെ അങ്ങനെ കുറേ അനുഭവങ്ങളുണ്ട്. അങ്ങനെ കുറേ രാജ്യങ്ങളൊക്കെ സഞ്ചരിച്ചു. ഞാൻ പുത്തൂരിൽ തെക്കഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. അവിടെ ഒരു അധ്യാപകൻ്റെ മകനാണ്. ശങ്കർപിള്ള എന്നാണ് അച്ഛൻ്റെ പേര്. പിന്നെ ഭവാനി അമ്മയുടെ പേര്. പിന്നെ എനിക്ക് ഒരു സഹോദരനുണ്ട്, മറ്റ് ബന്ധുക്കൾ കുറേയൊക്കെ ഉണ്ട്. ഭാര്യ സുഭദ്ര, അത് ഒരു വലിയ കമ്മ്യൂണിസ്റ്റ് ഫാമിലിയിലെ ഒരു കാലഘട്ടത്തെ ഏറ്റവും വലിയ അധ്യാപക യൂണിയൻ്റെയൊക്കെ നേതാവായിരുന്ന ഒരാളാണ് എൻ്റെ ഭാര്യയുടെ അച്ഛന്. അങ്ങനൊരു ബന്ധത്തിൽ അവർ വിവാഹം കഴിച്ചു. 2 മക്കളാണുള്ളത്. ഒരാളിപ്പോൾ ഹൈസ്കൂൾ അധ്യാപികയാണ്, ഒരാൾ ഡിസൈനറാണ്, മഞ്ജു എന്ന് പറയും. മോന് എൻ്റെ ഒരു മകൻ നമ്മുടെ കേരള സംഗീത നല്ല ഡിസൈനറാണ്. മൂത്തത് മകനാണ്. മകൻ്റെ വീടാണ് അത്, മകൻ്റെ വീട് മകളുടെ വീട്. അപ്പോൾ അത് മൂത്ത മകനാണ്. മകൻ നല്ല ഡിസൈൻ ചെയ്യും. ഒരുപാട് വളരെ കാലം കേരള ശബ്ദം ഗ്രൂപ്പിലെ അത് ഡിസൈൻ ചെയ്തിരുന്നു. പിന്നെ 2 മക്കളുണ്ട്. 2 വീട്ടിൽ ഒരു മകന് MBA കഴിഞ്ഞു, അവനൊരു ചെറിയ ജോലിയുണ്ട്. ഇപ്പോൾ മകളുടെ മകൻ AR റഹ്മാൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ നടത്തുന്ന വലിയൊരു മ്യൂസിക് കമ്പനിയിലെ പ്രൊഡ്യൂസറാണ്. അനന്തൻ അർജുനൻ എന്നാണ്. ഞാനിത് മുഖത്തല എന്ന് പറയും. അപ്പം അയാൾ ഇപ്പോൾ പോവാണ്, നിങ്ങൾ വന്ന് ഇപ്പോൾ പോവാണ്, മദ്രാസേക്ക് പോകാൻ മറ്റേ പയ്യൻ. അപ്പോൾ ഒരു 6-7 മാസമായി. നല്ലൊരു ഈ മോഡേൺ മ്യൂസിക്കില്ലേ, അതിൻ്റെ ഇപ്പോൾ സ്വിറ്റ്സർലൻഡിലോ എന്നോ വെച്ച് നടക്കുന്ന ഒരെണ്ണത്തിന് അയാളെ ക്ഷണിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ കലാപാരമ്പര്യം അങ്ങനെ തുടരുന്നു. ഇത് മുഖത്തല എന്ന് പറയും ഈ സ്ഥലത്തിൻ്റെ പേര്. തൃക്കോവിൽവട്ടം മുഖത്തല.